അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, എനിക്ക് ഉംറപരമായിട്ട് ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയാണ്. ഞാൻ റിയാദിലാണ് ജോലി ചെയ്യണത്. ഇപ്പൊ 2 മാസത്തേക്ക് ഇവിടെ ജിദ്ദയിൽ വന്നിരിക്കുകയാണ്. അപ്പൊ 2 മാസം കഴിഞ്ഞ് വീണ്ടും റിയാദിൽ തിരിച്ചു പോകും. അപ്പൊ ഒരാഴ്ച മുന്നേ ഞാൻ ഉംറക്ക് പോയിരുന്നു. ഉംറ ചെയ്ത് അപ്പൊ ജിദ്ദന്ന് മക്കത്തേക്ക് 85 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഉംറ ചെയ്ത് ലാസ്റ്റ് വിടവാങ്ങൽ തവാഫ് നിർബന്ധമുണ്ടോ, അത് വിടവാങ്ങൽ തവാഫ് നിർബന്ധമുണ്ടെങ്കിൽ നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഉംറ സ്വീകരിക്കുമോ? അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു ഉസ്താദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മക്ക ഷരീഫിൽ പോയി ഉംറ ചെയ്ത് ജിദ്ദയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന വ്യക്തി ജോലി സ്ഥലമാവുന്ന ജിദ്ദയിലേക്ക് പുറപ്പെടുന്നു. അപ്പോ അദ്ദേഹം മക്ക വിട്ട് യാത്ര ചെയ്യുന്ന യാത്രാ ലക്ഷ്യം ജിദ്ദ. മക്ക ഷരീഫിൽ നിന്ന് ഇന്നത്തെ പുതിയ റൂട്ടുകൾക്ക് അനുസരിച്ച് 2 മർഹല ദൂരം ഇപ്പോൾ ഇല്ല. അപ്പൊ 2 മർഹലയിൽ താഴെയുള്ള സ്ഥലത്തേക്ക് മക്ക ഷരീഫിൽ നിന്നും യാത്ര പുറപ്പെടുന്ന ആൾക്ക് തവാഫ് ചെയ്യൽ സുന്നത്താണ്, വുജൂബില്ല. 2 മർഹലയോ അതിൽ കൂടുതലോ ദൂരത്തേക്ക് പുറപ്പെടുകയാണെങ്കിലാണ് വുജൂബാകുന്നത്. ജിദ്ദയിലേക്ക് ഇപ്പോഴത്തെ എന്ന് പറയാൻ കാരണം പഴയ കാലത്ത് ഇങ്ങനെ ബഹ്റ വഴിയൊക്കെ ചുറ്റിപ്പോകുമ്പോൾ 2 മർഹല ഉണ്ടായിരുന്നു എന്ന് ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഹത്തുസരിയകൾ, ഈ എക്സ്പ്രസ് റോഡുകളൊന്നും 2 മർഹല ദൂരമില്ല, നേരെയാണ് പോകുന്ന റോഡായതുകൊണ്ട്. അപ്പൊ ജിദ്ദയിലേക്ക് ഇപ്പോഴത്തെ റൂട്ട് അനുസരിച്ച് 2 മർഹല ഇല്ലാത്തത് കൊണ്ട് 2 മർഹലയിൽ താഴെയുള്ള സ്ഥലത്തേക്കാണ് യാത്ര പുറപ്പെടുന്നത്. അപ്പോ തവാഫ് ചെയ്യൽ സുന്നത്താണ്, വുജൂബില്ല. അതുപോലെ തന്നെ ഇനി വുജൂബാണെങ്കിൽ പോലും ഉംറന്റെ സിഹത്ത് സഹിയാവുന്നതിനത് തടസ്സമല്ല. പക്ഷേ ഒരു വാജിബ് ഒഴിവായി എന്നതിന്റെ പേരിൽ ഫിദിയ വേണ്ടിവരും ദൂരയാത്രയാണെങ്കിൽ. അതായത് 2 മർഹലയോ അതിൽ കൂടുതലോ ദൂരത്തേക്കാണ് പോകുന്നത് എന്നിട്ട് തവാഫ് ചെയ്യാതെ പോയാൽ അവിടെ ഫിദിയ വേണം, ഒരു വാജിബ് ഒഴിവായതിന്റെ പേരിൽ. ഉംറ പൂർത്തിയാവാതിരിക്കൂല, ഉംറക്ക് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ജിദ്ദയിലേക്ക് 2 മർഹല ഇല്ലാത്തത് കൊണ്ട് വുജൂബില്ല, സുന്നത്തേ ഉള്ളൂ. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദ്, എന്റെ സംശയം, ഖുർആനിൽ സുജൂദ് ചെയ്യേണ്ട സ്ഥലത്ത് അത് നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും അത് ചെയ്തില്ലെങ്കിൽ ഇന്ന് കുഴപ്പമുണ്ടോ? നിർബന്ധമാണോ അതോ സുന്നത്താണോ? പിന്നെ രണ്ടാമത്തെ സംശയം, നോമ്പുകാരന് നോമ്പുള്ള സമയത്ത് സ്വപ്നസ്കലനം ഉണ്ടായാൽ നോമ്പ് പാത്തിലാവോ? അത് നോമ്പ് പാത്തിലാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് വീട്ടേണ്ടത്? പിന്നെ ഇത് സ്വപ്നസ്കലനം ഉണ്ടാവുന്നത് കുരുത്തകേടും, അതായത് പിന്നെ പഠിച്ചോന് ഇഷ്ടമില്ലാത്ത എന്ത് ചെയ്തിട്ടാണോ? ഏതായാലും 2 ചോദ്യം. ഒന്നാമത്തേത് തിലാവത്തിന്റെ സുജൂദ്. ഖുർആനു ശരീഫിലെ 13 സൂറത്തുകളിലായി 14 സ്ഥലങ്ങളിൽ തിലാവത്തിന്റെ സുജൂദ് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് നിർബന്ധമാണോ എന്നാണ് സുഹൃത്തിന്റെ ചോദ്യം. അല്ല, അത് സുന്നത്താണ്, മുഅക്കദായ വളരെ പ്രതിഫലം കിട്ടുന്ന പുണ്യമേറിയ ബലപ്പെട്ട സുന്നത്താണ്, നിർബന്ധമല്ല. അതാ ഉപേക്ഷിച്ചാൽ ശിക്ഷ ലഭിക്കുന്ന തരത്തിലുള്ള വുജൂബല്ല. എടുത്താൽ കൂലി കിട്ടും, ഉപേക്ഷിച്ചാൽ കുറ്റമില്ല. മുഅക്കദായ സുന്നത്താണ്. കാരണം കൂടാതെ ഉപേക്ഷിക്കൽ കറാഹത്താണ്. കഴിയുമെങ്കിൽ ചെയ്യണം. ഇന്നലെ ഉണർത്തിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, ഒരു മുഅ്മിനായ മനുഷ്യൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സുജൂദിന്റെ ആയത്ത് ഓതി പൂർത്തിയാക്കി അവൻ അല്ലാഹുവിന് സുജൂദ് ചെയ്താൽ ദുഃഖത്തോടുകൂടിയും വേദനയോടുകൂടിയും തലയിൽ മണ്ണ് വാരിയിട്ട് കരഞ്ഞുകൊണ്ട് ഇബ്ലീസ് പറയും, അല്ലാഹു എന്നോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ സുജൂദ് ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് നരകമാണ് കിട്ടാൻ പോകുന്നത്. മനുഷ്യനോട് അല്ലാഹു സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ സുജൂദ് ചെയ്ത്, അതുകൊണ്ട് അവന് സ്വർഗം ലഭിക്കും
എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കരയും. അപ്പൊ ഇബ്ലീസിന് സങ്കടം വരുന്ന ഏത് കാര്യം മോമിനീങ്ങൾക്ക് പുണ്യപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് ചെയ്യുന്നത് നല്ലതാണ്, ഉത്തമമാണ്. പക്ഷെ ചെയ്യാതിരുന്നാൽ അതിന്റെ പേരിൽ കുറ്റം ഉണ്ടാവില്ല, ഉജൂബല്ല. ഓക്കെ, ഒന്നത്. രണ്ടാമത്തേത്, നോമ്പുകാരൻ നോമ്പിന്റെ പകൽ സമയത്ത് സ്വപ്നസ്ഖലനം സംഭവിച്ചാൽ നോമ്പ് മുറിയുമോ എന്നാണ്. ഇല്ല, സ്വപ്നസ്ഖലനം കൊണ്ട് നോമ്പ് മുറിയുകയില്ല, നോമ്പിന് കുഴപ്പമൊന്നുമില്ല. ഉണർച്ചയിൽ നമ്മുടെ മനഃപൂർവ്വമുള്ള പ്രവൃത്തി കൊണ്ട് സ്ഖലനം സംഭവിച്ചെങ്കിലേ നോമ്പ് മുറിയുള്ളൂ. ഉറക്കത്തിൽ നമ്മുടെ തക്ലീഫില്ലാത്ത സമയത്ത്, അബോധ മനസ്സായ സമയത്ത് നടക്കുന്ന സംഗതിയാണല്ലോ സ്വപ്നസ്ഖലനം എന്നത്. അത് നോമ്പ് സഹിയാവുന്നതിന് യാതൊരു തരത്തിലുള്ള തടസ്സവും അല്ല. പിന്നെ അതിന്റെ ഒരു ഉപചോദ്യം എന്ന നിലക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പല കാരണങ്ങൾ കൊണ്ടും സ്വപ്നസ്ഖലനം സംഭവിക്കാം. ഒന്ന്, പൈശാചികമായ ചില സ്വാധീനം കൊണ്ട് മനസ്സിന്റെ വേണ്ടാത്ത ചില ചിന്തകളിലൂടെ സംഭവിക്കുന്ന പിശാചിന്റെ സഹകരണത്തോടു കൂടി നടക്കുന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ അംബിയ മുർസലുകൾക്ക് ആർക്കും, ആദം നബി അലൈഹി സ്വലാം തൊട്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള അംബിയ മുർസലുകൾക്ക് ആർക്കും സ്വപ്നസ്ഖലനം ഉണ്ടാവില്ല. കാരണം എന്താ? അതൊരു തരത്തിൽ പിശാചിന്റെ ഒരു സഹകരണം കൂടി ആ വിഷയത്തിലുണ്ട്. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെ പിശാചിന് സ്വാധീനിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അവർക്ക് സ്വപ്നസ്ഖലനമില്ല. എന്നാൽ ഇതൊരു കുറ്റമായ കാര്യമല്ല. ഈ സ്വപ്നസ്ഖലനം സംഭവിക്കുക എന്നത് പിശാചിന്റെ സ്വാധീനം അതിലുണ്ടെങ്കിൽ പോലും അതിന്റെ പേരിൽ ഒരു മനുഷ്യന് കുറ്റം ഉണ്ടാവില്ല. കാരണം അവന്റെ തക്ലീഫില്ലല്ലോ. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യമായതുകൊണ്ട് അതിന്റെ പേരിൽ അവൻ കുറ്റക്കാരനാവൂല. അപ്പൊ ചിലപ്പോൾ പൈശാചികമായ ചില സ്വാധീനം കൊണ്ട് വരാം, മറ്റ് ചിലപ്പോൾ ശാരീരികമായ കാരണങ്ങളാൽ വരാം. അതായത് ശുക്ലം അത് സൂക്ഷിക്കപ്പെടുന്ന സ്ഥലത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ ശരീരത്തിന്റെ ഒരു സാധാരണ പ്രക്രിയ എന്ന നിലക്ക് അത് പുറന്തള്ളും. അത് ഉണർച്ചയിൽ പ്രവൃത്തി മുഖേന പുറത്തു പോകുന്നില്ലെങ്കിൽ ഉറക്കത്തിൽ ചിലപ്പോൾ ശാരീരിക പ്രക്രിയയുടെ ഭാഗമായിട്ട് പുറത്തു പോവുകയും വരാം. ചില ആളുകൾക്ക് രോഗസംബന്ധമായ കാരണങ്ങളാലും ഉണ്ടാവാം. ഏതായാലും അതിന്റെ പേരിൽ ഒരു മനുഷ്യൻ കുറ്റക്കാരനാവുന്നതല്ല. നോമ്പുകാരനാണെങ്കിൽ സ്വപ്നസ്ഖലനമുണ്ടായാൽ അതുകൊണ്ട് നോമ്പ് മുറിയുകയും ഇല്ല. ഹലോ, അസ്സലാമലൈക്കും. നേരത്തെ മൈക്കെടുത്തപ്പോ കിട്ടിയില്ല, അപ്പൊ താഴത്തേക്ക് പോയതാ. സാർ, എനിക്ക് 2 ചോദ്യം ചോദിക്കാനുണ്ട്. ഒന്ന്, ഞാൻ ഹനഫി മതബ് ഫോളോ ചെയ്യുന്ന ആളാ. അപ്പൊ ഇവിടെ പള്ളിയില് വിത്ര ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ അവർ മാലിക്കി പ്രകാരം നമസ്കരിച്ചില്ല. അപ്പൊ എനിക്ക് അത് പിന്തുടർന്ന് നമസ്കരിക്കാൻ പറ്റുമോ? അതൊന്ന്. രണ്ടാമത്തത്, ഒരു നോയമ്പുകാരന് ഒരു രോഗിക്ക് നോയമ്പെടുക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ 30 ദിവസം നോയമ്പെടുക്കാൻ പറ്റിയില്ല. അപ്പൊ മുദ്ദ് ഒറ്റ അടിച്ചു കൊടുത്താൽ മതിയോ അതോ എല്ലാ ദിവസത്തിനും കൊടുക്കണം? ചോദ്യം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. 2 ചോദ്യം. ഹനഫി മദ്ഹബ് അനുസരിച്ച് വിത്ർ നിസ്കരിക്കുമ്പോൾ 3 റക്അത്ത് ഒന്നിച്ചാണ് നിസ്കരിക്കുക. 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നീട് 1 റക്അത്ത് നിസ്കരിക്കുന്ന രീതിയല്ല ഹനഫി മദ്ഹബിൽ. മറിച്ച് 3 റക്അത്ത് കൂടി ഒന്നിച്ച് നിസ്കരിക്കുകയാണ് വേണ്ടത്. അതേ സമയത്ത് മാലിക്കി മദ്ഹബ്, അതുപോലെ തന്നെ ഷാഫി മദ്ഹബ്, ഹംബലി മദ്ഹബൊക്കെ വേറെ ആദ്യം 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നീട് 1 റക്അത്ത് നിസ്കരിക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ 2 രീതിയും ഉത്തമം ഏതാണ് എന്നതിലെ മദ്ഹബുകൾ തമ്മിൽ തർക്കമുള്ളൂ. നിസ്കാരം സഹിയാണോ എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്ന് പറഞ്ഞാൽ ഹനഫി മദ്ഹബിന്റെ നടപടി അനുസരിച്ച് 3 റക്അത്ത് ഒന്നിച്ച് ഒറ്റ തക്ബീറത്തുൽ ഇഹ്റാമിൽ 3 റക്അത്ത് ഒന്നിച്ച് നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിൽ തുടർന്ന് നിസ്കരിക്കൽ 4 മദ്ഹബുകാർക്കും സഹിയാണ്. ഒരു കുഴപ്പവും ആ വിഷയത്തിലില്ല.
അതായത് ഹനഫി മദ്ഹബുകാരനായ ഒരു ഇമാമ് 3 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ ഷാഫി മദ്ഹബുകാരനായ ഒരു മൗമൂമിന് അയാളോട് തുടർന്ന് നിസ്കരിക്കാൻ ഒരു കുഴപ്പമില്ല. പക്ഷേ ഷാഫി മദ്ഹബ് അനുസരിച്ച് വേറെ നിസ്കരിക്കലാണ് ഉത്തമം എന്നേ ഉള്ളൂ. അതായത് 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് പിന്നീട് 1 റക്അത്ത് നിസ്കരിക്കലാണ് ഉത്തമം. 3 കൂടി ഒന്നിച്ച് നിസ്കരിച്ചാൽ കുഴപ്പമൊന്നുമില്ല, നിസ്കാരം ശരിയാവും എന്നതുപോലെ ചില ആളുകളെ ഓർക്ക് ഓരോ കാര്യം മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ടെലിഫോൺ ഇപ്പൊ 2 വട്ടം 3 വട്ടം ഞാൻ കട്ട് ചെയ്ത അയാൾ പിന്നെ അയാൾക്ക് എന്തോ കാര്യം ഉണ്ടാവും. ഞാൻ ഇവിടെ ക്ലാസ് എടുത്തെന്ന് അറിഞ്ഞാലും ആ ക്ലാസിന്റെ ഇടക്ക് വിളിച്ചാൽ എന്താ ഞാൻ ചെയ്യാ? അതിന് പറയാ നിങ്ങൾക്ക് വേണ്ടി പറയാ അവിടെ കട്ടെ. അപ്പോ എന്നതുപോലെ 3 റക്അത്ത് ഒന്നിച്ചാണ് നിസ്കരിക്കേണ്ടത് എന്ന് ഹനഫി മദ്ഹബ് പറയുന്നുണ്ടെങ്കിലും 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നീട് 1 റക്അത്ത് നിസ്കരിക്കുന്ന ഇമാമിനോട് തുടർന്ന് നിസ്കരിച്ചാൽ ഹനഫി മദ്ഹബ് അനുസരിച്ച് ആ നിസ്കാരം സഹിയാണ്, പക്ഷേ ഉത്തമമായ രീതിയല്ലാന്ന് മാത്രം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കാം, ഹനഫി മദ്ഹബ് അനുസരിച്ച് നിസ്കാരം സഹിയാകും. പക്ഷെ നല്ലത് ഹനഫി മദ്ഹബ് അനുസരിച്ച് 3 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കലാണ് എന്ന് മാത്രം. ഒന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, മുദ്. നോമ്പ് നോൽക്കാൻ പറ്റാത്ത ആരോഗ്യസ്ഥിതി കാരണം, ഒന്നിരിക്കൽ വയസ്സായിട്ട് അതല്ലെങ്കിൽ മാറാവ്യാധി രോഗം പിടിച്ചിട്ട് നോമ്പ് നോൽക്കാൻ പറ്റാത്ത രീതി വരുമ്പോൾ 1 ദിവസത്തിന് മുദ് കൊടുക്കണം എന്നാണല്ലോ ചോദ്യത്തിൽ പറഞ്ഞത്. ഈ ഓരോ ദിവസത്തിനും അതാത് ഓരോ ദിവസങ്ങളിൽ തന്നെ കൊടുക്കണോ, അതല്ല ഒന്നിച്ച് ലാസ്റ്റ് കൊടുത്താൽ മതിയോ? ഏറ്റവും നല്ലത് ഓരോ ദിവസത്തിനും അതാത് ദിവസം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ അവസാനം എല്ലാ ദിവസത്തിനും കൂടി നിയ്യത്ത് ചെയ്ത് ഒന്നിച്ചു കൊടുത്താലും കടമ വീടും. പക്ഷേ അഫ്ളലായ ഉത്തമമായ രീതി ഓരോ ദിവസത്തിനും അതാത് ദിവസത്തിൻ്റെത് കൊടുത്തുകൊണ്ടിരിക്കലാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും. ഉസ്താദ് മൈക്കെടുക്കാത്തോണ്ട് എടുത്തതാണ്. ഉസ്താദ്, ഈ സക്കാത്തിന് അർഹതപ്പെട്ട ഈ അമുസ്ലിം, അതായത് പുതുവിശ്വാസിക്ക് സക്കാത്ത് കൊടുക്കുമ്പോൾ അത് ആ മഹലിലുള്ള ആളാവണമെന്നുണ്ടോ, അതോ അടുത്ത മഹലിലുള്ള പൊതുവിശ്വാസിക്ക് കൊടുത്താലും അത് വീടോ? ഈ ഗൾഫ് നാട്ടിലൊക്കെ അങ്ങനെ പൊതുവിശ്വാസി എന്ന് പറഞ്ഞു വരുന്നവർക്ക് കൊടുത്താലും വീടോ എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. സക്കാത്ത് കൊടുക്കുന്ന മഹല്ലിൽ ഉള്ള ആളുകൾ, ആ നാട്ടുകാരുണ്ടെങ്കിൽ അവർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. ഇനി ആ നാട്ടുകാരനല്ല, അച്ചൽ പ്രദേശത്തുകാരനാണെങ്കിലും ഈ നാട്ടിലേക്ക് അദ്ദേഹം ഇങ്ങോട്ട് വന്നാൽ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഷാഫി മദ്ഹബ് അനുസരിച്ച് പറ്റില്ല എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ പറ്റൂല എന്നാണ്. അതേസമയത്ത് അവർ ഇങ്ങോട്ട് വന്നാൽ കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല. എന്നാലും ഈ നാട്ടുകാർക്കാണ് മുൻഗണന. പുറം നാട്ടുകാരനാണെങ്കിൽ അവർ ഇങ്ങോട്ട് വരുമ്പോൾ അവരെ പറയുന്നത് നമുക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ. പറഞ്ഞു വരുന്നവരൊക്കെ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നവരായിക്കൊള്ളണമെന്നില്ല. നമുക്ക് അയാളെ പറ്റി വിശ്വാസം തോന്നി, അയാളെ പറയുന്നത് ശരിയാണ്, എന്നാൽ നമുക്ക് കൊടുക്കാം. മുതലെവിടെയുള്ളത് ആ നാട്ടിലുള്ളവരോ അല്ലെങ്കിൽ ആ നാട്ടിലേക്ക് വന്നവരോ ആയിരിക്കണം. നമ്മൾ അങ്ങോട്ട് മറ്റൊരു നാട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ പാടില്ല. ഈ നാട്ടിൽ അതിന് അവകാശപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ മറ്റൊരു നാട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ പാടില്ല. എന്നാൽ ഈ നാട്ടിലുള്ള അവകാശികൾ ഉള്ളതോടുകൂടി തന്നെ മറ്റു നാട്ടുകാര് ഇങ്ങോട്ട് വന്നാൽ കൊടുക്കുന്നതിന് കുഴപ്പവും ഇല്ല. അസ്സലാമു അലൈക്കും. ഉസ്താദ്, നേരത്തെ ഹനഫി മദ്ഹബിലെ വിത്ർ നിസ്കാരം ജമാഅത്തെ നിസ്കരിക്കണെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പോ അങ്ങനെ നിസ്കരിക്കുമ്പോ 3-ാമത്തെ റക്അത്തിൽ ഇമാമ് ഫാത്തിഹ സൂറത്ത് ഓതിയതിന്റെ ശേഷം പിന്നെ ഒരു തക്ബീർ കെട്ടിയിട്ട് അതിനുശേഷം നല്ല സൈലന്റ് ആയിട്ട് എന്തൊക്കെ ഓതുന്നുണ്ട്. ആ തക്ബീർ എന്താണ്, അവിടെ എന്താണ് ചെല്ലണമെന്ന് ഉസ്താദ് വിശദീകരിച്ചു തന്നാൽ വളരെ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അത് കുനൂത്ത മനസ്സിലായില്ലേ? ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു സൂറത്തും ഒക്കെ ഓതിയതിനു ശേഷം റുക്കൂവിന്റെ മുമ്പ് ഒരു അല്ലാഹു അക്ബർ ചൊല്ലിയതിനു ശേഷം പതുക്കെ ശബ്ദം താഴ്ത്തി ചൊല്ലുന്നത്
അത് കുനൂത്താവുന്നു. എന്ന് പറഞ്ഞാല് കുനൂത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പൊതുകാര്യം, സുന്നത്ത് ജമാഅത്തിന്റെ 4 മദ്ഹബിലും കുനൂത്തുണ്ട്. ഹനഫി മദ്ഹബിലും ഹംബലി മദ്ഹബിലും വിത്റിലാണ് കുനൂത്ത്. അത് എന്നുണ്ട്, 365 ദിവസം വിത്റിൽ കുനൂത്തുണ്ട്. എന്നാൽ ഷാഫി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും സുബൈക്കാ കുനൂത്ത്. എന്നും 365 ദിവസം സുബൈസ്കാരത്തിനാ കുനൂത്ത്. എന്നാൽ ഷാഫി മദ്ഹബില് റമദാനിലെ അവസാന പൗതിയിലെ വിത്റിലും കുനൂത്ത് സുന്നത്തുണ്ട്. ഇപ്പൊ 2 രീതിയായല്ലോ. 4 മദ്ഹബുകളിൽ 2 മദ്ഹബിൽ സുബൈക്കാണ് കുനൂത്ത് എന്നും വേറെ 2 മദ്ഹബുകളിൽ വിത്റിലാണ് എന്നും കുനൂത്ത്. ഇനി ഷാഫി മദ്ഹബ് അനുസരിച്ച് സുബഹിയിലെ കുനൂത്തും വിത്റിലെ റമദാൻ അവസാന പൗതിയിലെ വിത്റിലെ കുനൂത്തും ഒക്കെ 2ാം റക്അത്തിന്റെ അഥവാ അവസാനത്തെ റക്അത്തിന്റെ ഇഅ്തിദാലിലാണ്. എന്നാൽ മാലിക്കി മദ്ഹബില് റുകൂ പോകുന്നതിന് മുമ്പ് സൂറത്ത് ഓതി കഴിഞ്ഞതിന്റെ ശേഷം ഹനഫി മദ്ഹബ് പോലെ തന്നെ ഒരു അല്ലാഹു അക്ബർ ചൊല്ലിയിട്ട് ഖിയാമിൽ തന്നെയാണ് കുനൂത്ത് ഓതുക. പിന്നീടാണ് അവർ റുകൂ പോവുക. എന്നാൽ എന്നും വിത്റിൽ കുനൂത്ത് ഓതുന്ന ഹംബലി മദ്ഹബും ഹനഫി മദ്ഹബും, ഹംബലി മദ്ഹബ് ഷാഫി മദ്ഹബ് പോലെ അവസാനത്തെ റക്അത്തിലെ ഇഅ്തിദാലിലാണ് എന്നും കുനൂത്ത് ഓതുക. ഷാഫി മദ്ഹബ് പോലെ തന്നെയാണ് ഇഅ്തിദാല കുനൂത്ത്. എന്നാൽ ഹനഫി മദ്ഹബിലെ കുനൂത്ത് ഇഅ്തിദാലിന്റെ മുമ്പാ, അതായത് റുക്കൂവിന്റെ മുമ്പാ. സൂറത്ത് ഓതി കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ ഒന്ന് തക്ബീർ ചൊല്ലി കുനൂത്ത് ഓതുന്നു. അതവർ പതുക്കെ ഓതും. ആ കുനൂത്താണ്, കുനൂത്ത് കഴിഞ്ഞിട്ടാണ് റുക്കൂ. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ റുക്കൂ നീട്ടാൻ പാടില്ലാത്ത വളരെ ചുരുങ്ങിയ ഫർളാവുന്നു. അപ്പൊ അത് കുനൂത്ത് സുന്നത്തുണ്ടെങ്കിലും ആ സുന്നത്തുള്ള കുനൂത്ത് ഓതിക്കൊണ്ട് ഇഅ്തിദാലിന് നീട്ടാൻ പാടില്ല എന്നതുകൊണ്ട് സുന്നത്തുള്ള കുനൂത്ത് റുക്കൂവിന്റെ മുമ്പ് ഓതുന്നു. അപ്പോ ഹനഫി മദ്ഹബുകാര് വിത്റിലും മാലിക്കി മദ്ഹബുകാര് സുബൈസ്കാരത്തിലും റുക്കൂവിന്റെ മുമ്പ് കുനൂത്ത് ഓതുന്നു. ഷാഫി മദ്ഹബുകാര് സുബഹിയിലും റമളാന്റെ അവസാന പൗതിയിലെ വിത്റിലും, ഹംബലി മദ്ഹബുകാര് വിത്റിലും ഇഅ്തിദാലിലാവുന്നു കുനൂത്ത് ഓതൽ. അപ്പൊ അത് കുനൂത്താണ്. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഒരു വിഷയത്തിൽ 2 ചോദ്യം ചോദിക്കാനാണ്. ഈ ഹക്കീക്കത്ത് അറക്കുന്നത് 2 or 3 മക്കൾക്ക് വേണ്ടി ഒരു ഹക്കീക്കത്ത് അറക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. പിന്നെ രണ്ടാമത്തെ ചോദ്യം, 2 സ്നേഹിതന്മാർക്ക് കൂടിയിട്ട് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പാർട്ട്ണർഷിപ്പിൽ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഉത്തരം കിട്ടിയ ഉപകാരം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. 2ഉം പറ്റും. ചുരുക്കി 2ഉം പറ്റും. അതായത് ഒരു കാള അതല്ലെങ്കിൽ പോത്ത് പോലെയുള്ള മൃഗങ്ങളാണെങ്കിൽ 2 or 3 തുടങ്ങി 7 കുട്ടികൾക്ക് വരെ വേണമെങ്കിൽ ഒരു മൃഗത്തിൽ കൂറാക്കിയിട്ട് അറക്കാം. എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഒരു കുട്ടിക്ക് 10 വയസ്സായതിന്, ഒരു കുട്ടിക്ക് 8 വയസ്സായതിന്, ഒരു കുട്ടിക്ക് 6 വയസ്സായതിന്, ഒരു കുട്ടിക്ക് 4 വയസ്സായതിന്, ഒരു കുട്ടിക്ക് 2 വയസ്സായതിന്, കുട്ടിക്കുള്ള ഒരു കുട്ടി ഇപ്പൊ ജനിച്ചതുവാ. ഇങ്ങനെ 6 കുട്ടികൾ കൂടി വേണ്ടിയിട്ട് ഒരു പോത്തിനെ അല്ലെങ്കിൽ ഒരു കാളയെ വാങ്ങി അറുത്താൽ മതി. 7 കുട്ടികളുടേത് വരെ ഷെയർ ചെയ്യാൻ പറ്റും. 7 ഏറാൻ പാടില്ല. അതേസമയത്ത് ആടാണെങ്കിൽ ഒരു കുട്ടിക്ക് 1 തന്നെ അറക്കണം, അതിൽ കുറഞ്ഞാൽ പറ്റൂല. ഇനി രണ്ടാമത്തെ ചോദ്യം അതുപോലെ തന്നെ. ഒരാൾക്ക് ഒരു കുട്ടി ഉണ്ടായി, തന്റെ ഒരു സ്നേഹിതനും ഒരു കുട്ടിയുണ്ട്. 2 ആളുടെ കുട്ടികൾക്കും കൂടി വേണ്ടിയിട്ട് ഒരു കാളയെയോ അല്ലെങ്കിൽ ഒരു പോത്തിനെയോ വാങ്ങിയിട്ട് അറത്താൽ കുഴപ്പമൊന്നുമില്ല. അവര് നിയ്യത്ത് ചെയ്യണമെന്നുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോ 7 ആളുകൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് പോലെ 7 കുട്ടികൾക്കും വരെ ഷെയർ ചെയ്യാം. പക്ഷേ ആടാണെങ്കിൽ
ഒരു കുട്ടിക്ക് ഒന്ന് തന്നെ വേണം. അതിൽ ഒന്നിലധികം കുട്ടികളെ ഷെയർ ചേർക്കാൻ പറ്റൂല, ഒന്നിലധികം വ്യക്തികൾക്ക് ഷെയർ ചേരാനും പറ്റൂല. ആടിന് പോത്തോ കാളയൊക്കെ ആണെങ്കിൽ 7 ആൾക്ക് വരെ ഷെയർ ചെയ്യാം. അത് ഹഖീഖത്തും ഉദൂഹിയത്തും ആ വിഷയത്തിൽ ഒരുപോലെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ ഉസ്താദ്? ഉസ്താദ്, എനിക്കൊരു ചോദ്യം. പിന്നെ ഈ നമ്മൾ നോമ്പ് നോറ്റാല് നമ്മളെ മൈക്ക് ശരിയാണെന്ന് വിചാരിക്കുന്നു, മൈക്കിന് ചിലപ്പോൾ ക്ലിയർ ഉണ്ട്, കുറവുണ്ടാകലുണ്ട്. പിന്നെ നോമ്പെടുത്താല് ഈ പല്ലിന്റെ മോണിൽ നിന്നും മോണയിൽ നിന്നൊക്കെ ചിലപ്പോ രക്തത്തിന്റെ ഉമിനീർ കലർന്നുകൊണ്ട് പിന്നെ രക്തത്തിന്റെ കലർപ്പുണ്ടായാൽ അത് ഇറക്കിയാൽ നോമ്പ് മുറിയാൽ, ചിലപ്പോൾ അത് ഇറക്കാൻ നമുക്ക് തുപ്പാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ചിലപ്പോൾ നിസ്കാരത്തിലാണെങ്കിൽ നിസ്കാരം മുറിയുമോ, അതേസമയം ഇത് നമ്മൾക്ക് എപ്പോഴും തുപ്പിക്കൊണ്ടിരിക്കാനും പറ്റൂലല്ലോ. നോമ്പെടുത്താലും ഉമിനീറിന്റെ കൂടെ കലർന്നിട്ടുണ്ടെങ്കിൽ പല്ലുവേദന ഉണ്ടാകുന്ന സമയത്തും ചിലപ്പോൾ പല്ലിന്റെ മോണോ ഒക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പൊ അത് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ചോദ്യം. പിന്നെ അതുകൊണ്ട് തകരാറുണ്ടോ എന്നാണ്, കാരണം നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലാവുമ്പോൾ എങ്ങനെയാ അതിന്റെ വിധി എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മൈക്കിനൊന്നൊരു കുഴപ്പമില്ല, ശരിയാ സാറാണ്. രക്തം അതൊരു രോഗമായിട്ട് വിട്ടുമാറാതെ സ്ഥിരമായിട്ടുണ്ടാവുകയാണെങ്കിൽ മനഃപൂർവമല്ലാതെ കീപ്പോട്ട് ഇറങ്ങുന്നത് കൊണ്ട് നോമ്പ് മുറിയില്ല. ചുരുക്കത്തിൽ ഈ ഉമിനീര് രക്തം കലർന്നാൽ അത് കീപ്പോട്ട് ഇറങ്ങിയ നോമ്പ് മുറിയുമെന്നാണ് പൊതുവെ നിയമം. പക്ഷേ ഒരു രോഗമായ അതിങ്ങനെ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുകയാണ് കുറേശ്ശെ, അതില്ലാതിരിക്കുന്ന ഒരു സമയം ഉണ്ടാവില്ല. അങ്ങനെ സ്ഥിരമായി വന്നാൽ മനഃപൂർവ്വം ഇറക്കാതിരുന്നാൽ മതി, ഇറങ്ങിപ്പോകുന്നത് കൊണ്ട് നോമ്പ് മുറിയില്ല. നിസ്കാരത്തിൽ ഇറക്കാൻ പാടില്ല. നിസ്കാരത്തിൽ മനഃപൂർവ്വം ഇറക്കിയാൽ നിസ്കാരം ബാത്തിലാവും. മനസ്സിലായില്ലേ? നിസ്കാരത്തിൽ മനഃപൂർവ്വം ഈ രക്തം കലർന്ന ഉമിനീർ ഇറക്കാൻ പാടില്ല, നിസ്കാരം ബാത്തിലാവും. നിസ്കാരമല്ലാത്ത സമയത്ത് മനഃപൂർവ്വമല്ലാതെ ഇറങ്ങുന്നോണ്ട് കുഴപ്പമില്ല, ഇറക്കാതിരിക്കാൻ സൂക്ഷിക്കുന്നത് നല്ലതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞേക്ക് തുപ്പാൻ പറ്റാത്ത അവസ്ഥ വരികയും അത് സ്ഥിരമായ ഒരു രോഗമാവുകയും ചെയ്താൽ ഇറങ്ങിപ്പോയാലും ഇറക്കിയാലും അഫുണ്ട്. നിസ്കാരത്തിൽ ഇറക്കാൻ പാടില്ല. നിസ്കാരം അല്ലാത്തപ്പോൾ അപൂർവമായിട്ടുണ്ടാകുന്നതാണെങ്കിൽ ഇറക്കാൻ പാടില്ല, നോമ്പ് മുറിയും. അത് സ്ഥിരമായിട്ടാണെങ്കിൽ ഇറക്കിയാൽ നോമ്പ് മുറിയില്ല. മുകളിലുണ്ടായിരുന്നു, ഇപ്പൊ അദ്ദേഹം എടുക്കൽ കാണാനും ഇല്ല. അപ്പൊ റൈസാന്റെ ഒഴിവാക്കിയാൽ നേരത്തെ. പിന്നെ ഒരു ചോദ്യം വന്ന ഉസ്താദ്, ഒരു സ്ത്രീയാണ് പിന്നെ നിസ്കാര സുന്നത്ത് ഫർളാക്കപ്പെട്ട നിസ്കാരത്തിന്റെ റവാത്തിബ് സുന്നത്തിൽ വാരിതായ സൂറത്തുകൾ ഓതാണല്ലോ. അപ്പൊ സൂറത്തുൽ കാഫിറൂന, ഇഖ്ലാസ് സൂറത്തൊക്കെ. അപ്പൊ അത് ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂന മറന്നു കഴിഞ്ഞാല് പിന്നെ അത് രണ്ടാമത്തെ റക്അത്തിൽ കൊണ്ടുവരണോ, അതല്ല രണ്ടാമത്തെ റക്അത്തിലുള്ള ഇഖ്ലാസ് മാത്രം ഓതിയാൽ മതിയോ എന്നൊരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ സുബഹിയിലാണെങ്കിൽ ഒന്നാമത്തെ റക്അത്തിൽ സുബഹിന്റെ മുന്നിലുള്ള സുന്നത്തിന് മറന്നു കഴിഞ്ഞാല് ഒരു പക്ഷെ 4 സൂറത്ത് ഓളം 2 റക്അത്തിൽ രണ്ടാമത്തെ റക്അത്തിൽ കൊണ്ടുവരേണ്ടി വരും. അതെങ്ങനെയാണ് അതിന്റെ മറന്നു കഴിഞ്ഞാൽ വേണ്ടത് എന്നൊരു ചോദ്യം വന്നതാണ് മൈക്കോ. പ്രത്യേകം സുന്നത്തായി നിർദ്ദേശിക്കപ്പെട്ട സൂറത്തുകൾ ഒന്നാം റക്അത്തിൽ നിർദ്ദേശിക്കപ്പെട്ട സൂറത്ത് മറന്നുപോവുകയോ മറ്റ് കാരണങ്ങളാൽ ഒഴിവാകുകയോ ചെയ്താൽ അതും രണ്ടാമത്തെ റക്അത്തിലെ സൂറത്തും കൂടി രണ്ടാമത്തെ റക്അത്തിൽ ഓതൽ സുന്നത്തുണ്ട്. അപ്പൊ സ്വാഭാവികമായും രണ്ടാം റക്അത്ത് ഒന്നാം റക്അത്തിനേക്കാൾ നീട്ടം വരാൻ സാധ്യതയുണ്ട്. ഇത് പ്രത്യേകം എഴുതുള്ളത് കൊണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോ പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട സൂറത്തുകൾ സുന്നത്തുസ്കാരത്തിലാണെങ്കിലും വേണ്ടിയില്ല, ഫർദുസ്കാരത്തിലായാലും വേണ്ടിയില്ല. പ്രത്യേകം സുന്നത്തായി കൽപ്പിക്കപ്പെട്ട സൂറത്ത് ഒന്നാം റക്അത്തിലെ സൂറത്ത് മറന്നുപോയാൽ, തീരെ ഓതാതെ മറക്കുകയോ അല്ലെങ്കിൽ രണ്ടാം റക്അത്തിലെ സൂറത്ത് ഒന്നാം റക്അത്തിൽ തിരിച്ചോതുകയോ ചെയ്താൽ ആദ്യത്തെ റക്അത്തിലെ സൂറത്ത് ഓതുകയും പിന്നെ രണ്ടാമത്തെ റക്അത്തിൽ സുന്നത്തുള്ള സൂറത്ത് ഓതുകയും ചെയ്യൽ സുന്നത്തുണ്ട്. അല്പം നീളുമെന്നുള്ളൂ, നീളുന്നത് എതിരുള്ളതായതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് സ്ത്രീകളുടെ നോമ്പെടുക്കലുമായിട്ട് ബന്ധപ്പെട്ട സംശയമാണ് ചോദിക്കാനുള്ളത്. എന്റെ ഭാര്യ ഇപ്പോൾ 28 വയസ്സുണ്ട്. ഒരു 4 വർഷം മുമ്പ് വരെ
റമദാൻ ഓരോ വർഷങ്ങളിൽ ഫറള് നോമ്പുകൾ നഷ്ടപ്പെടുന്ന നോമ്പുകൾ കളാവിട്ടാറില്ലായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ 4 വർഷമായിട്ടാണ് അങ്ങനെ വീട്ടു മുതലുള്ള ഇതുവരെ നഷ്ടപ്പെട്ട നോമ്പുകൾ എങ്ങനെ നമുക്ക് അത് കള വീട്ടാൻ പറ്റുമോ, അതോ മറ്റേതെങ്കിലും രീതിയിൽ എന്താ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം ഞാനിത് ഈ ചർച്ചയിൽ ജോയിൻ ചെയ്ത് ഇത്തിരി ലേറ്റ് ആയിട്ടാണ്, അതുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് വിട്ടാണ് ഞാൻ കേട്ടത്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. സ്ത്രീകൾക്ക് മെൻസസ് കാരണം റമളാനിലെ നോമ്പ് നഷ്ടപ്പെട്ടാൽ അടുത്ത കൊല്ലത്തെ റമളാനാവുന്നതിന് മുമ്പ് അത് കളാ വീട്ടിയാൽ മതി. പക്ഷേ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ അടുത്ത കൊല്ലത്തെ റമളാൻ ആവുന്നത് വരെ കളാ വീട്ടിയില്ല. ചോദ്യത്തിൽ പറഞ്ഞപ്പോ 4 വർഷമായിട്ട് അങ്ങനെ വീട്ടിൽ തുടങ്ങിയിട്ടുള്ളൂ, അതിന്റെ മുമ്പുള്ളത് വീട്ടിയിട്ടില്ല. അപ്പൊ അത് എത്ര വർഷത്തേതുണ്ട് എന്നും ഓരോ വർഷത്തിലും എത്ര ദിവസമാണ് മെൻസസ് കാരണമോ മറ്റോ നോമ്പ് നഷ്ടപ്പെട്ടു പോയത് എന്നും കണക്കാക്കിയിട്ട് അത്രയും നോമ്പ് നോൽക്കുകയും വേണം. സാമ്പത്തികമായി കഴിവുള്ളവരാണെങ്കിൽ ഒരു നോമ്പിന് ഒരു വർഷത്തിന് ഒരു മുദ്ദ് അഥവാ 800 മില്ലി ലിറ്റർ അരി സാധുക്കളായ ആളുകൾക്ക് കൊടുക്കുകയും വേണം. അപ്പോ 10 വർഷം മുമ്പ് നഷ്ടപ്പെട്ട നോമ്പാണെങ്കിൽ ആ ഒരു നോമ്പ് നോൽക്കുന്നതിന് പുറമെ ഒരു ദിവസത്തെ നോമ്പിന് 10 മുദ്ദ് വേണ്ടിവരും. 8 വർഷം മുമ്പ് നഷ്ടപ്പെട്ട നോമ്പിന് നോമ്പ് നോൽക്കുകയും 8 മുദ്ദ് കൊടുക്കുകയും വേണം. 5 വർഷം മുമ്പാണെങ്കിൽ 5 മുദ്ദും ഒരു നോമ്പും. അപ്പോ വർഷത്തിന്റെ ആവർത്തനത്തിനനുസരിച്ച് മുദ്ദുകൾ ആവർത്തിച്ചു വരും. ഒരു ദിവസത്തിന് നോമ്പ് നോൽക്കുകയും വേണം. ശറഅ് അനുവദിക്കുന്ന കാരണമില്ലാതെ പിന്തിച്ചതിന് ഒരു വർഷത്തിന് ഒരു നോമ്പിന് ഒരു മുദ്ദ് വീതം. എത്ര വർഷമായിട്ടുണ്ട് എന്ന് കണക്കുകൂട്ടി വർഷങ്ങളുടെ എണ്ണം കണ്ട് മുദ്ദുകളുടെ എണ്ണം വർദ്ധിക്കുകയും ഒരു ദിവസത്തിന് എത്ര ദിവസം ഒരാഴ്ചയാണെങ്കിൽ 5 ദിവസമാണെങ്കിൽ 5 ദിവസത്തിന് ഭക്ഷണ കൊല്ലത്തിന് 10 കൊല്ലമായിട്ടുണ്ടെങ്കിൽ 10, അതിന്റെ പുറത്ത് 9, ഇങ്ങനെ മുദ്ദു കൂടി വേണം. സാമ്പത്തികമായി കഴിവുണ്ടെങ്കിൽ. സാമ്പത്തികമായി കഴിവില്ലാത്തവരാണെങ്കിൽ നോറ്റ് വീട്ടിയാൽ മതി. അസ്സലാമു അലൈക്കും. ഉസ്താദ്, എന്റെ സംശയം, ഇവിടുന്ന് നമ്മള് ഗൾഫിൽ നിന്ന് നാട്ടിലെ ഒരു പാവപ്പെട്ടവർ ഭക്ഷണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി 2 ലക്ഷം രൂപ പിരിച്ചെടുക്കുകയും അത് നാട്ടിലെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയും ആ ഡിപ്പോസിറ്റിൽ നിന്ന് ആ 1 ലക്ഷം ഇന്ത്യൻ രൂപ അതിൽ നിന്ന് സാധുക്കൾക്ക് കൊടുക്കുകയും ഈ 1 വർഷം കഴിഞ്ഞിട്ടും 1 ലക്ഷം രൂപ ആ ബാങ്കിൽ ബാലൻസായി കിടക്കുകയും ചെയ്യുന്നു. ഈ സംഖ്യക്ക് സക്കാത്തിന്റെ ഗണത്തിൽപ്പെടുമോ? ഈ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ കമ്മിറ്റി എന്ന നിലക്ക്? കമ്മിറ്റിയുടെ ആണ് ഈ സംഖ്യ, അതിന് ഉത്തരവാദിത്വം ഉണ്ടോ എന്നതാണ് എന്റെ സംശയം. ദയവസിയത്തോടെ ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. പൊതു ഉടമയിലുള്ള സ്വത്തിന് സക്കാത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരു ഖൈരിയായ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കും. ആ കമ്മിറ്റി ധനശേഖരണം നടത്തി സംഖ്യ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് ബാങ്കിലോ അതുപോലെ ഏതെങ്കിലും വിശ്വസ്ത ഏജൻസികളിലോ നിക്ഷേപിക്കുന്നു. സക്കാത്ത് നിർബന്ധമാവുന്ന തുകക്കുള്ള സംഖ്യ ഉണ്ടെങ്കിൽ പോലും കൊല്ലം തികയുമ്പോൾ ഈ സംഖ്യക്ക് സക്കാത്തില്ല. അതിന് കാരണം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേക ഉടമക്കാരൻ ഇല്ല എന്നതാ. ഈ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കമ്മിറ്റിന്റെ ഉടമയല്ല, കമ്മിറ്റിന്റെ കൈവശേ ഉള്ളൂ. എന്ന് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ഖൈരിയായ കാര്യത്തിന് വിനിയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ കമ്മിറ്റിക്കാരുടെ ക്രയവിക്രയ അധികാരത്തോടുകൂടി കൈവശം മാത്രമേ ഉള്ളൂ, അവർക്ക് ഉടമല്ല. മനസ്സിലായില്ലേ? അപ്പോ
പള്ളിന്റെ ഉദാഹരണം പള്ളിക്ക് വഖഫ് ചെയ്യപ്പെട്ടത്, മദ്രസക്ക് വഖഫ് ചെയ്യപ്പെട്ടത്, യത്തീംഖാനക്ക് വഖഫ് ചെയ്യപ്പെട്ടത് തുടങ്ങിയ പള്ളി, മദ്രസ, യത്തീംഖാന, അതുപോലെ തന്നെ റിലീഫ് കമ്മിറ്റികൾ, അതുപോലെ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്നൊക്കെ പറയണേ, ഇങ്ങനത്തെ സാമൂഹിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പൊതുകാര്യങ്ങൾക്ക് വേണ്ടി ശേഖരിക്കപ്പെട്ട പണം, അത് സക്കാത്ത് നിർബന്ധമാവുന്ന തുക ഉണ്ടാവുകയും കൊല്ലം തികഞ്ഞ് സ്റ്റോക്ക് നിൽക്കുകയും ചെയ്താലും അതിന് സക്കാത്ത് വുജൂബില്ല. കാരണം അതിന് പ്രത്യേക ഖാസായ ഉടമക്കാരനില്ല എന്നതാണ് അതിന്റെ കാരണം. അപ്പൊ അതിന് സക്കാത്ത് വേണ്ടതില്ല ചോദ്യത്തിൽ പറഞ്ഞ സംഖ്യക്ക്. അസ്സലാമു അലൈക്കും. ഉസ്താദേ, ഈ 2600 വിത്തിറിന്റെ അരി ഓരോ മിസ്കിന്മാർക്കും കൊടുക്കണം എന്നാണല്ലോ. അങ്ങനെ ആ 2600 ഓരോ മിസ്കിനും തന്നെ 2600 കൊടുക്കണോ, അല്ല അത് എല്ലാവർക്കും കൂടി വീതിക്കാൻ പറ്റുമോ? കാരണം ഒരാളൊരു 2600 കണക്ക് വെച്ച് ഒരു 3-4 കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. എന്റെ നേരത്തെ ചോദ്യം കൂടെ കിടക്കുന്നുണ്ട്, പിന്നീട് ചോദിക്കും. അസ്സലാമു അലൈക്കും. ഒരാളുടെ ഫിത്ർ സക്കാത്ത് ഒരു സ്വായ്, അത് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമോ, അതല്ല ഒന്നിലധികം ആളുകൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഷാഫി മദ്ഹബ് അനുസരിച്ച് ഈ വ്യക്തി താമസിക്കുന്ന നാട്ടിൽ സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ഫക്കീർ, മിസ്കീന്, കടം കൊണ്ട് വരഞ്ഞവര്, വഴിയാത്രക്കാര്, അതുപോലെ തന്നെ കൽബണിങ്ങി ചേരേണ്ട പൊതുവിശ്വാസികൾ, ഇങ്ങനെ 5 വിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ആകെ ഇയാൾ ഒരാളെന്നെ ഉള്ളൂ സക്കാത്ത് കൊടുക്കണം. എന്നാൽ ഈ 5 വിഭാഗത്തിൽപ്പെട്ടവർക്കും കൊടുക്കണം എന്നാണ് ഷാഫി മദ്ഹബിന്റെ നിയമം. ഒരാൾക്ക് കൊടുത്താൽ മതിയാവൂല. എന്നാ പിന്നെ ഒരാൾക്ക് കൊടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, മുത്തഅഖിരീങ്ങളായ പിൻഗാമികളായ ചില ഇമാമിങ്ങൾ ഹനഫി മദ്ഹബ് പോലെയുള്ള മദ്ഹബിലേക്ക് മസ്അലക്ക് ഏകദേശം സമാനമായി ഷാഫി മദ്ഹബിലും അങ്ങനെ കൊടുക്കാൻ പറ്റും എന്ന് ചില ഫത്വകളുണ്ട്. അതനുസരിച്ച് വേണമെങ്കിൽ അമൽ ചെയ്യാം. പക്ഷെ ഷാഫി മദ്ഹബിന്റെ ഔദ്യോഗിക വീക്ഷണപ്രകാരം ഒരാളുടെ ഫിത്ർ സക്കാത്ത് ഒരു അവകാശപ്പെട്ട ഫക്കീറിനോ മിസ്കീനോ കൊടുത്താൽ പോരാ, ആ നാട്ടിലുള്ള സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട എത്ര വിഭാഗമുണ്ടോ അവർക്കൊക്കെ എത്തിക്കണം എന്ന് തന്നെയാണ് ഷാഫി മദ്ഹബിന്റെ നിയമം. അപ്പൊ പിന്നെ ഈ മുത്താഖിരീങ്ങളുടെ ഫത്വ അനുസരിച്ച് അമൽ ചെയ്യലാണ് സൗകര്യം. ഒരാളുടെ പറഞ്ഞേക്ക് 2600 2650 വരുന്ന അരി ഒരാൾക്ക് തന്നെ കൊടുത്താൽ മതി എന്ന ഫത്വ അനുസരിച്ച് അമൽ ചെയ്യാൻ പറ്റും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരും എടുക്കാത്തതുകൊണ്ട് എടുത്തതാണ്. ഞാന് കുറച്ച് ദിവസം മുമ്പ് ഉസ്താദിനോട് ഒരു മസാല ചോദിച്ചിരുന്നത്. അത് ഞാൻ തിരിച്ചിവിടെ എത്തിയ അതേ സ്ഥലത്ത് തന്നെ എത്തിയപ്പോൾ മറ്റു ഉസ്താദ്മാരെ കൂടെ ഉണ്ടായതുകൊണ്ട് അന്ന് ക്ലാസ് റൂമിൽ പിന്നെ വരാൻ കഴിഞ്ഞില്ല. പല കാരണങ്ങളാൽ വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കേൾക്കുന്നില്ലേ? ആ ഇംസാക്കിന്റെ മസാല ചോദിച്ചിരുന്നു. അതായത് ഇംസാക്ക് നോമ്പില്ലാത്തവന്റെ ഇംസാക്ക് പൂർണ്ണമായും നോമ്പുള്ളവനെ പോലെ നിൽക്കുകയാണോ, രഹസ്യമായിട്ട് അവര് നോമ്പില്ലല്ലോ, അത് അള്ളാഹുക്ക് അറിയല്ലോ, അവന് ഭക്ഷണം കഴിക്കാമോ എന്നൊരു ഏത് നിലയിലാണ് ആ ഇംസാക്കിന്റെ രൂപത്തെക്കുറിച്ച് അന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ക്ഷമിക്കണം, ഞാനത് ഉണ്ടായില്ല. ഉസ്താദ് പൊരുത്തപ്പെടണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ആ കീശീലിന്റെ അടുത്ത് ബടിയുണ്ടെങ്കിൽ തല്ലിട്ടു അനിട്ട് ഉസ്താദെ ഇപ്പൊ. കാരണം ആ കോലത്തിൽ ഞങ്ങൾ ഇവിടെ പറഞ്ഞാണ്. ഇങ്ങളെ കാണാതെ ഞങ്ങൾ കുറെ ദിവസം 2 ദിവസം കാത്തു വെച്ച് നടന്ന്. പിന്നെ വബില്ലാഹി തൗഫീഖ് പണ്ട് പണിക്കര് വെടിയച്ചേക്ക് പണിക്കര് വന്ന് വേട്ടക്ക് പോയി കുറേ നേരം കാത്തുനിന്ന് ഒന്നും ഇറങ്ങണില്ല. അതിന് മൂപ്പരെന്താക്കി അറിയോ, അധികം ഉറക്കൊഴിക്കാൻ കഴിയൂല എന്നുള്ള ആൾക്ക് വെടിയാണ് വെച്ചു. എന്ന് പറഞ്ഞ് ഒരു വരുമ്പം കൊണ്ടോട്ടെ എന്നതുപോലെ 2 ദിവസം ഞങ്ങൾ ആലിക്കുട്ടി ഉസ്താദിനെ കാത്തുനിന്ന് കാണാതെ വന്നപ്പോ ഞങ്ങൾ വെടിയാണ് വെച്ചു, ഒരു വരുമ്പം കൊണ്ടോട്ടെ ഉള്ളവർക്ക്. അതിന് കീശീലിനോട് സ്വകാര്യം ചോദിച്ചാൽ കീശീലി പറഞ്ഞുതരും. നോമ്പിലല്ലെങ്കിലും ഇംസാക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും വുജൂബാണ്. പുറത്ത് നോമ്പുകാരനെ പോലെ നിന്നുകൊണ്ട്
ആളറിയാത്ത സ്വകാര്യ റൂമിൽ വെച്ച് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, നോമ്പില്ലാത്ത ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നതൊക്കെ ഹറാമാവുന്നു. എന്നാൽ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതുകൊണ്ട് കഫാറത്ത് വുജൂബാവില്ല, കാരണം യഥാർത്ഥ നോമ്പല്ലല്ലോ എന്നതുകൊണ്ട് എങ്കിലും ഹറാമിന്റെ കുറ്റം ഉണ്ടാവും. അപ്പോ പരസ്യമായി മാത്രമല്ല രഹസ്യമായും ഇംസാക്ക് വുജൂബാണ്. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക തുടങ്ങിയ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ആരും അറിയാതെ സ്വകാര്യമായി ചെയ്താലും ഹറാമാണ് എന്ന് വ്യക്തമായി തന്നെ തൊഫയിലും നിഹായയിലും ഒക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഹറാമാണ് സ്വകാര്യമായി ചെയ്യുന്നതും. പക്ഷേ സംയോഗം നടന്നാൽ അതുകൊണ്ട് കഫാറത്ത് വേണ്ട, കാരണം യഥാർത്ഥ നോമ്പല്ലല്ലോ എന്നതുകൊണ്ട് എങ്കിലും ഹറാമിന്റെ കുറ്റം ഉണ്ടാവും. അപ്പോ ഇംസാക്ക് വാഹിർ മാത്രം പോരാ, ഇംസാക്ക് വാഹിറിലും ബാത്തുനിലും വേണം, അത് വുജൂബാണ്. പക്ഷെ ഇംസാക്ക് വുജൂബുള്ളവർക്ക് കിട്ടോ, ഇംസാക്ക് സുന്നത്തുള്ളവർക്ക് വേണമെങ്കിൽ പരസ്യമായിട്ട് ചെയ്യാതെ സ്വകാര്യമായിട്ട് ചെയ്യുക, കാരണം അവർക്ക് ആദ്യം തന്നെ ഇംസാക്ക് വുജൂബില്ല. ഏതുപോലെ എന്ന് വെച്ചാൽ ഒരു പെണ്ണിന് ഹൈളുണ്ടായി ഉച്ചയായപ്പോൾ ശുദ്ധിയായി കുളിച്ചു, ഇനി ബാക്കി അസ്ര മഗ്‌രിബാകുന്നവരെയുള്ള സമയം ഇംസാക്ക് ചെയ്യാൻ അവർക്ക് സുന്നത്താണ്. അതുപോലെ തന്നെ ഒരു മുസാഫിർ യാത്രക്കാരനായ അയാൾ നോമ്പില്ലായിരുന്നു, അയാള് പകൽ സമയത്ത് യാത്ര അവസാനിപ്പിച്ചു, എന്നാ ബാക്കിയുള്ള സമയം ഇംസാക്ക് ചെയ്യൽ സുന്നത്താം. ഇങ്ങനെ ഇംസാക്ക് സുന്നത്ത് മാത്രമുള്ള സമയത്ത് പ്രത്യക്ഷത്തിൽ ഇംസാക്ക് ചെയ്താൽ മതി, രഹസ്യമായിട്ട് ആൾക്ക് ഭക്ഷണമോ വെള്ളമോ മറ്റോ ഒക്കെ ഉപയോഗിക്കുക, കാരണം അവർക്ക് ഇംസാക്ക് വുജൂബില്ല. അതേ സമയത്ത് നിയ്യത്ത് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നിയ്യത്ത് ചെയ്യാൻ മറക്കുക, അല്ലെങ്കിൽ മനഃപൂർവ്വം നോമ്പ് മുറിക്കുക പോലെയുള്ള കാര്യങ്ങളെ കൊണ്ട് നോമ്പ് നഷ്ടപ്പെടുത്തിയാൽ ഇംസാക്ക് വുജൂബാണ്. അങ്ങനെ ഇംസാക്ക് വുജൂബാവുന്ന വ്യക്തിയെ സംബന്ധിച്ച് വാഹിരിയായിട്ട് പ്രത്യക്ഷത്തിലുള്ള ഇംസാക്ക് വുജൂബാണ്, മാത്രമല്ല ബാത്തിനിയായ അഥവാ വ്യക്തിപരമായി മറ്റാരും അറിയാത്ത സമയത്തും ഇംസാക്ക് വുജൂബാണ്. നോമ്പിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യൽ ഹറാമാണ്. ഓക്കെ, വിശദമായിട്ട് മുമ്പ് പറഞ്ഞതാണ്, ചുരുക്കി ഒന്നുകൂടി ആവർത്തിച്ചു എന്ന് മാത്രം. അസ്സലാമലൈക്കും. മുമ്പത്തെ ആള് മൈക്കെടുക്കാത്തോണ്ടാണ് മൈക്കെടുത്തത്, ക്ഷമിക്കണം. എനിക്ക് സംശയിച്ചത്, അപകടത്തിൽപ്പെട്ട് മുട്ടിൻകാലിന് മുറിയായി സുജൂദ് ചെയ്യുമ്പോൾ മുട്ടിൻകാലം നിലത്ത് വെക്കാൻ കഴിയാതെ നിസ്കരിക്കേണ്ടി വന്നു. പിന്നീട് ആ നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടതുണ്ടോന്നാണ് ചോദ്യം. വളരെ നല്ല പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാലിൻ മുട്ടിന് വീണിട്ടോ മറ്റു വല്ലോ തട്ടിയിട്ടോ ഒക്കെ മുറിവെറ്റി സുജൂദ് ചെയ്യുമ്പോൾ കാൽമുട്ട് വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ കാൽമുട്ട് വെക്കാതെ നിസ്കരിച്ചു സുജൂദ് ചെയ്തു, എന്നാൽ പിന്നീട് അത് മടക്കി നിസ്കരിക്കേണ്ടതുണ്ടോ? ഇല്ല. മനസ്സിലായില്ലേ? ഉഴുതറ് കാരണം കാൽമുട്ടോ അല്ലെങ്കിൽ കാലിന്റെ വിരലുകളുടെ പള്ളയോ ഉള്ളം കൈയോ തുടങ്ങിയത് മാത്രമല്ല, നെറ്റിത്തടം പോലും വെക്കാൻ പറ്റാത്ത ഉഴുതറുള്ള ആളുകൾ സാധിക്കുന്നത്ര കുനിഞ്ഞാൽ സുജൂദ് സഹിയാകും, പിന്നീട് മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അപ്പോ ഒരു കാലുമുട്ടിന് മുറിയാണ്, ആ മുട്ട് നിലത്ത് കുത്താൻ വയ്യ, അപ്പൊ കൈ കുത്തി ഒരു കാലുമുട്ടും കുത്തിയിട്ട് സുജൂദ് ചെയ്തു, മറ്റേ കാല് നീട്ടിവെച്ചു, അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞ് പിന്നീട് മടക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിസ്കാരം സഹിയാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഈ മരണസമയത്ത് മുസ്ലിങ്ങൾക്ക് നരകവും സ്വർഗ്ഗവും കാണിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, അതുപോലെ അമുസ്ലിങ്ങൾക്കും കാണിക്കുമോ? അതുപോലെ ഈ ജന്തുജീവികള് മൗത്ത് അവരെ അസ്രായേൽ തന്നെയാണോ അവരെ മൗത്തും പിടിക്കുക? മുഅ്മിനീങ്ങളായ ആളുകൾ മരിക്കാൻ സമയത്ത് സ്വർഗവും നരകവും കാണിക്കപ്പെടും, അത് വളരെ പ്രസിദ്ധമാണ്. എന്നാൽ അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് അത് കാണിക്കപ്പെടുമോ എന്നാണ് സുഹൃത്തിന്റെ ചോദ്യം. ഒന്ന്, കാണിക്കപ്പെടും എന്ന് തന്നെയാണ് ഹദീസുകളിൽ അക്കാര്യം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബിയുടെ അത്തദ്കിറത്ത് പോലെയുള്ള കിതാബുകളിൽ അക്കാര്യം വിശദമാക്കി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഒരു സന്തോഷത്തോടുകൂടി മരിക്കാനുള്ള ഒരു സന്ദർഭം കൊടുക്കുക,
അവിശ്വാസികളോ തമ്മാടികളോ ആയ ആളുകൾക്ക് വളരെ ദുഃഖത്തോടും വേദനയോടുകൂടിയും സങ്കടത്തോടുകൂടിയും മരിക്കാൻ ഇടവരിക എന്നതാണ് ലക്ഷ്യം. അപ്പോ മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ ആദ്യം നരക കാണിച്ചു കൊടുക്കുക. നരകവും അതിലുള്ള അദാബും അതിന്റെ ഗൗരവവും ആദ്യം കാണിച്ചു കൊടുത്തിട്ട് കണ്ട് ബേജാറാവുന്ന ആളുകളോട് മലക്കുകൾ പറയാണ്, കണ്ടല്ലോ നരകം, അള്ളാഹുവിൽ അവിശ്വസിക്കുകയും തമ്മാടിത്തരം ചെയ്ത് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഇതായിരുന്നു കിട്ടേണ്ടത്. പക്ഷേ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് നിനക്കവൻ ഈമാൻ തരുകയും സ്വാലിഹായ അമലുകൾ ചെയ്യാൻ സൗഭാഗ്യം തരുകയും ചെയ്തതുകൊണ്ട് ഈ ഭയാനകമായ നരകത്തിൽ നിന്ന് അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഇതിനു പകരം ഇനി നിനക്ക് ശാശ്വതമായി ജീവിക്കാൻ അള്ളാഹു തയ്യാറാക്കിയിരിക്കുന്ന സ്വർഗലോകമാണിത് എന്ന് പറഞ്ഞ് രണ്ടാമത് സ്വർഗം കാണിച്ചു കൊടുക്കും. അപ്പൊ ആ സ്വർഗത്തിലുള്ള നിഅമത്തുകളും അവിടെയുള്ളതായിരിക്കുന്ന സുഖസൗകര്യങ്ങളും കണ്ട് ആനന്ദത്തിൽ ആറാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ മരണം വരുന്നത്. അപ്പൊ ഈ ദുന്യാവ് മുഴുവൻ നഷ്ടപ്പെടുന്നതിൽ അവന് സന്തോഷമേ ഉള്ളൂ. ആഖിറത്തിലേക്ക് മുന്നോട്ട് ചെല്ലുന്നതിൽ വലിയ ആവേശവും ആനന്ദവുമാണ്. അങ്ങനെ സന്തോഷത്തോടെ ആവേശത്തോടെ മരണം സ്വീകരിക്കാനുള്ള സന്ദർഭം. അപ്പൊ ആദ്യം നരകം കാണിച്ചു കൊടുത്ത് പിന്നെ സ്വർഗം കാണിച്ചു കൊടുക്കുമ്പോൾ അല്ലാഹു തആല ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന്റെ മഹത്വവും അനുഗ്രഹവും സ്വർഗം തരുന്നതിന്റെ വലിപ്പവും അതിന്റെ ഗുണവും മനസ്സിലാക്കിക്കൊണ്ട് മരിക്കാനുള്ള സന്ദർഭം കൊടുക്കും. കാഫിറിന് നേരെ മറിച്ച ആദ്യം അവന്റെ മുന്നിൽ സ്വർഗം കാണിച്ചു കൊടുക്കും. ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കണ്ട് അവൻ അമ്പരന്ന് നിൽക്കുകയാണ്. അല്ലാ, എന്തൊരു മഹത്തായ നിഅമത്താണ്. അങ്ങനെ അമ്പരന്ന് നിൽക്കുമ്പം മലക്ക് പറയും, എടോ, അള്ളാഹുവിലും മറ്റു വിശ്വസിക്കേണ്ട കാര്യങ്ങളിലും വിശ്വസിച്ച് മുസ്ലിമായി ജീവിച്ചിരുന്നെങ്കിൽ കാലാകാലവും നിനക്ക് ജീവിക്കാൻ ഈ സ്വർഗമായിരുന്നു കിട്ടേണ്ടത്. പക്ഷേ ദൗർഭാഗ്യവശാൽ നീ കാഫറായി ജീവിച്ചു, തമ്മാടിയായി ജീവിച്ചതുകൊണ്ട് ഈ സ്വർഗം നിനക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി നിനക്ക് ശാശ്വതമായി ജീവിക്കാനുള്ളത് ഈ ഭീകരമായ ഭയാനകമായ നരകമാവുന്നു എന്ന് പറഞ്ഞ ആ നരകം കാണുമ്പം സ്വർഗം നഷ്ടപ്പെട്ടതിലുള്ള തീരാത്ത സങ്കടവും ദുഃഖവും കിട്ടാൻ പോകുന്ന നരകത്തെ പറ്റിയിട്ടുള്ള ഭീതിയോട് കൂടിയായിട്ട് കാഫർ മരിക്കുക. അപ്പൊ രണ്ടു കൂട്ടർക്കും കാണിച്ചു കൊടുക്കും. ലക്ഷ്യം മനസ്സിലായല്ലോ. പിന്നെ മനുഷ്യരല്ലാത്ത മറ്റ് ജീവജാലങ്ങളുടെ റൂഹ് പിടിക്കുന്നത് അസ്രായിൽ അലൈഹിസ്സലാം തന്നെയാണോ അല്ലേ എന്നതാണ്. ഈ വിഷയത്തിൽ ഉലമാക്കൾക്ക് ചില ഭിന്ന വീക്ഷണങ്ങളുണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായ പ്രകാരം അസ്രായിൽ അലൈഹിസ്സലാം തന്നെയാണ് മറ്റ് ജീവജാലങ്ങളുടെ റൂഹും പിടിക്കുന്നത്. അതിന് തെളിവായി ഇമാം ഖുർതുബി റഹ്മഹുല്ലാഹ് പറയുന്നത്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ മഹാനായ അസ്രായിൽ അലൈഹിസ്സലാം ഒരിക്കൽ സന്ദർശനത്തിന് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആവശ്യപ്രകാരം അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപം പ്രത്യക്ഷപ്പെടുകയും അത് കണ്ട് പേടിച്ചു പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇങ്ങനെ തന്നെയാണോ എല്ലാവരെയും റൂഹ് പിടിക്കാൻ നിങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ വിശദീകരണം കൊടുത്ത കൂട്ടത്തിൽ പറഞ്ഞു, നബിയെ, എനിക്ക് ഒരു കൊതുകിന്റെ റൂഹ് പിടിക്കാൻ പോലുമുള്ള ഖുവ്വത്ത് ശക്തി എനിക്കില്ല. മറിച്ച് അള്ളാഹു ഓർഡർ തരികയും അള്ളാഹു നിശ്ചയിച്ച സമയം ഈ വസ്തുവിന്റെ മരണത്തിന് നിശ്ചയിച്ച സമയം ആവുകയും റൂഹ് പിടിക്കാനുള്ള ഖുദ്റത്ത് അല്ലാഹു എനിക്ക് തരുകയും ചെയ്യുമ്പോൾ അല്ലാതെ ഒരു കൊതുകിന്റെ റൂഹ് പോലും പിടിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞതായി ഹദീസിൽ റിവായത്തുണ്ട്. ഈ ഹദീസിൽ പറയുന്നത് ഒരു കൊതുകിന്റെ റൂഹ് പോലും പിടിക്കണമെങ്കിൽ അള്ളാഹു എനിക്ക് ഖുദ്റത്ത് തരണം, അപ്പോഴേ കയ്യുള്ളൂ, ഇല്ലെങ്കിൽ അതിന് കയ്യൂല എന്ന് പറയുമ്പോൾ കൊതുക് ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും റൂഹ് പിടിക്കുന്നത് താൻ തന്നെയാണ്. പക്ഷേ അതിനുള്ള ഖുദ്റത്ത് കഴിവ് അള്ളാഹു തആല അപ്പോൾ കൊടുക്കുകയാണ്. അള്ളാഹ് കൊടുത്തെങ്കിലല്ലാതെ സ്വന്തമായിട്ട് റൂഹ് പിടിക്കാനുള്ള കഴിവ് എനിക്കില്ല എന്ന് വ്യക്തമാക്കി. അപ്പൊ അതിൽ നിന്നിട്ടും മഹാനായ ഇമാം ഖുർതുബി റളിയല്ലാഹു തആല പറയുന്നത് മനുഷ്യരുടെ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളുടെ റൂഹ് പിടിക്കുന്നതും അസ്രായിൽ അലൈഹിസ്സലാം തന്നെയാവുന്നു എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുബാറക്ക കൈയുയർത്തി പോയിന്നാ തോന്നുന്നത്. ഉസ്താദ് ഇന്നലെ വന്നൊരു ചോദ്യമായിരുന്നു, തിരക്കിലായി ഇന്നലെ ചോദ്യം ഒരുപാടുള്ള കാരണത്താൽ ചോദിക്കാൻ പറ്റിയില്ല. ഒരു സഹോദരിയുടെ ചോദ്യമാണ്, മെൻസസ് തുടങ്ങി 9-ന് നിന്നു 15-ാം ദിവസം നിറവ്യത്യാസത്തിൽ വരുന്ന കൊഴുത്ത ദ്രാവകം ഓവലേഷൻ ആണെന്ന് ഡോക്ടേഴ്സ് പറയുന്നു. ഇത് നജസാണോ, മെൻസസിൽ പെട്ടതാണോ, നോമ്പ് എടുക്കാമോ? ഇതാണ് ചോദ്യം. ഞാൻ മൈക്ക് റിലീസ് ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 1 മുതൽ 9
9 വരെ മെൻസസ് ഉണ്ടായി പിന്നെ നിന്നു. പിന്നെ 15-ന്റെ അന്ന് വീണ്ടും നിറവ്യത്യാസത്തോടുകൂടി എന്തോ ഒരു കൊഴുത്ത ദ്രാവം കാണുന്നുണ്ട്. ഇത് ഹൈദിൽ പെടുമോ എന്നാ ചോദ്യം. 15-ന്റെ അന്ന് എന്ന് പറഞ്ഞാൽ 1 മുതൽ 15 ദിവസം വരെ പരമാവധി ഉണ്ടാവാം. ആ ദിവസത്തോടുകൂടി അത് നിന്ന് ശുദ്ധിയായിട്ടുണ്ടെങ്കിൽ അത് ഹൈദിന്റെ കൂട്ടത്തിൽ പെടും. അത്രയും ദിവസം ഹൈദാണെന്ന് വെക്കാം. അതല്ല, അത് തുടർന്ന് വരുന്നുണ്ട്, തന്നെയല്ല രക്തത്തിന്റെ പ്രത്യേകതയില്ല എങ്കിൽ ഹൈദല്ല. അതിപ്പോ 15-ന്റെ ഉള്ളിൽ വരുമോ ഇല്ലേ എന്നുള്ള നോട്ടം. 1 മുതൽ 15 വരെയാണ് പരമാവധി ഹൈദായിട്ട് കൂട്ടാൻ പറ്റുള്ളൂ. 15-ന്റെ അന്ന് ആണുകൊണ്ട് കർക്കിടക 15-ന്റെ അന്ന് മാത്രമാണെങ്കിൽ ഈ തുടങ്ങിയ മറ്റേ ദിവസത്തേക്ക് കൂട്ടിയിട്ട് ഇതിന്റെ ഇടയിലുള്ള ദിവസം ഉൾപ്പെടെ ഹൈദാണെന്ന് വരും. അതല്ല, ഇതിന് രക്തത്തിന്റെ യാതൊരു ലക്ഷണവുമില്ല, ഡോക്ടർമാര് അതുമായി ബന്ധപ്പെട്ട ഗൈനക്കോളജിസ്റ്റുകൾ മെൻസസുമായിട്ട് ബന്ധപ്പെട്ടതല്ല മറ്റെന്തോ ദ്രാവകമാണെന്ന് കൃത്യമായി പറയുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം 15 ദിവസം പരമാവധി ഉണ്ടാവാം എന്നല്ലാതെ 15 ദിവസം ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. പിന്നെ 15-ന്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ 1 മുതൽ ഇടയ്ക്ക് ശുദ്ധി കാണുകയും വീണ്ടും രക്തം കാണുകയും ചെയ്തിട്ട് 15ഓട് കൂടി പൂർത്തിയായിട്ട് ശുദ്ധി അയക്കുകയാണെങ്കിൽ അതൊക്കെ ഹൈദാണെന്ന് വെക്കുകയാണ് വേണ്ടത്. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദെ, ഒരു ഫിത്ർ സക്കാത്തിന്റെ ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാന് നോമ്പ് 29-നാണ് ഇവിടുന്ന് പോകുന്നത്, നാട്ടിൽ പോകുന്നത്. അപ്പോ എയർപോർട്ടിൽ രാത്രി എത്തുന്ന സമയത്ത് ചിലപ്പോ പെരുന്നാളിന്റെ വിവരം കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നാട്ടിലെത്തുമ്പോ നോമ്പ് 30-മാണ്. അപ്പൊ ഞാന് പോകുമ്പോ ഇവിടുന്ന് ഫിത്ർ സക്കാത്ത് ഇവിടെ കൊടുക്കണോ അതോ എയർപോർട്ടിലായിരിക്കും ഞാൻ ആ സമയത്ത്? അപ്പൊ ഇവിടെ ആരെങ്കിലും കാശ് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പിന്നെ കൊടുക്കാൻ പറഞ്ഞാൽ മതിയോ, അതോ നാട്ടില് എന്റെ നോൽമ്പ് 30 കഴിഞ്ഞിട്ട് നാട്ടിൽ കൊടുത്താൽ മതിയോ? ദുആ വസിയത്തോടു കൂടി. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. 29-ന്റെ അന്ന് എയർപോർട്ടിലുള്ള സമയത്ത് നിലാവ് കണ്ടു എന്ന് ഉറപ്പായാൽ ഇവിടെ തന്നെ കൊടുക്കണം. നേരിട്ട് കൊടുക്കാൻ നിവൃത്തിയില്ലെങ്കിൽ ആളെ വക്കാലത്ത് ഏൽപ്പിച്ചാലും മതി. അതേസമയത്ത് ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നത് വരെ ഇവിടെ നിലാവ് കണ്ടതായിട്ട് വിവരമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല, നാട്ടിലെത്തിയപ്പോ പിറ്റേന്ന് നോമ്പുമാണ്, എന്നാ പിന്നെ നാട്ടിലെത്തിയതിനു ശേഷം നാട്ടിലെ നോമ്പ് അവസാനിപ്പിച്ചിട്ട് ശവ്വാൽ മാസപ്പിറവ് കാണുന്ന സമയത്ത് കൊടുത്താൽ മതി. ഇവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് നിലാവ് കണ്ട് ഉറച്ചതായിട്ട് വിവരം കിട്ടിയാൽ ഇവിടെ തന്നെ കൊടുക്കണം. അത് എയർപോർട്ടിൽ അതിന് വാങ്ങാൻ പറ്റുന്ന ആളുകളില്ലെങ്കിൽ സമീപത്ത് നമ്മളെ ബന്ധപ്പെട്ട ആളുകളെ ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുത്താലും മതി. ചോദ്യം നേരത്തെ ചോദിച്ച ആള് ശബ്ദം തീരെയില്ല. എനിക്കാണെങ്കിൽ ഒരു കുറച്ചൊക്കെ ശബ്ദം ഉണ്ടെങ്കിൽ എന്റെ ഇവിടെ കേൾക്കും, അതിൽ വരെ കേൾക്കണില്ല. അതുകൊണ്ട് മൈക്ക് ചെക്ക് ചെയ്ത് ശബ്ദം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണമെന്ന് എല്ലാ സ്നേഹിതന്മാരോടും ഓർമ്മപ്പെടുത്താൻ. സമയം വെറുതെ വേസ്റ്റാക്കണ്ടല്ലോ. അസ്സലാമു അലൈക്കും. ഉസ്താദിന്റെ ഒരു ക്ലാസ് കേട്ടിരുന്നു. ഒരു സ്ത്രീക്കുണ്ടായ സംശയമാണ്. ക്ലാസ്സിൽ ഉസ്താദ് പറയുന്നുണ്ട് മെൻസസ് നിന്ന് 1/2 മിനിറ്റ് 1 മിനിറ്റിന്റെ ഒക്കെ കണക്ക് പറയുന്നുണ്ട്. അപ്പൊ ഈ സ്ത്രീക്കുള്ള സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 1/2 മിനിറ്റ് 1 മിനിറ്റ് മുമ്പ് നിന്നെന്നുള്ളത് തിരിച്ചറിയുന്നില്ല. അത് നിന്നെന്നുള്ളതിനുള്ള കിതാബിൽ എന്തെങ്കിലും ഉണ്ടോ, അതെല്ലാം ഏകദേശം കണക്കാക്കുക, അതെങ്ങനെ കണക്കാക്കുക എന്നുള്ളതൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. 1 മിനിറ്റ് 1/2 മിനിറ്റ് എന്നൊക്കെ പറയുന്നത് ഹൈദിന്റെയും നിഫാസിന്റെയും ഇടയിലുള്ള അകലം അങ്ങനെ വരാം. അവിടെ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. അല്ലാത്തടത്ത് അങ്ങനെ 1 മിനിറ്റ് 1/2 മിനിറ്റ് കൊണ്ടൊന്നും കാര്യമായ വ്യത്യാസങ്ങൾ വരുന്ന മെൻസസുമായിട്ട് ബന്ധപ്പെട്ടത്. അതായത് ഒരു സ്ത്രീക്ക് പരമാവധി നിഫാസ് അഥവാ പ്രസവരക്തം ഉണ്ടാവുക 60 ദിവസം വരെ ആവാം. അപ്പൊ ഒരു സ്ത്രീക്ക് 60 ദിവസം പൂർണ്ണമായി നിഫാസ് രക്തം കണ്ടു. പിന്നീട് നിഫാസ് രക്തം നിന്ന് 1 മിനിറ്റ് വേണമെന്നില്ല, 1 മിനിറ്റിലും താഴെയുള്ള സമയം നിഫാസ് രക്തം നിന്ന് വീണ്ടും രണ്ടാമത് രക്തം കണ്ടു. എന്നാൽ ഈ രണ്ടാമത് കണ്ടത് ഹൈളാണ് എന്ന് പറയും. അതിന് മറ്റടയാളങ്ങളൊന്നും വേണ്ട. 60 ദിവസം വരെ പ്രസവരക്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറം പ്രസവരക്തം ഉണ്ടാവില്ല. അപ്പം 60ാമത്തെ ദിവസം പൂർത്തിയാവുന്ന സമയത്ത് പഞ്ഞിയോ അതല്ലെങ്കിൽ കോട്ടൺ തുണിയോ പോലത്തത് ഇതിനകത്ത് വെച്ച് നോക്കിയാൽ
രക്തത്തിന്റെ അടയാളം കാണാതെ വന്നാൽ ശുദ്ധിയായി വെക്കുക. അതല്പം സമയം കഴിഞ്ഞ് വീണ്ടും രക്തം കാണുകയും ചെയ്താൽ രണ്ടാമത് കണ്ടത് ഹൈറാണെന്ന് വെക്കുക. അല്ലാതെ ഇപ്പോഴ് ഇസ്തിഹാവത്തുണ്ട് എന്ന് വരൂല. അവിടെ മാത്രമേ അങ്ങനെ വരുന്നുള്ളൂ. അല്ലാത്ത സ്ഥലത്ത് 1 മിനിറ്റ് 2 മിനിറ്റിന്റെ വ്യത്യാസം സാധാരണഗതിയിൽ കാണാൻ സാധ്യത കാണുന്നില്ല. ഫിഖ് ചോദ്യമല്ല, നേരത്തെ ഒരാള് സ്വപ്നം സംബന്ധിച്ചൊരു ചോദ്യം വന്നിരുന്നല്ലോ. ഇവര് അന്തംഗമ്യങ്ങളടങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടാക്കണ്ട. ഇബിലീസ് അവരെ ചെതിപ്പാനായി ചെന്നാരെ ഇബിലീസ ചാച്ചിക്കിടത്തി അയച്ചവർ, 40 വട്ടം ജനാവത്തുണ്ടായാലെ 40 വട്ടം ഓരോരായി കുളിച്ചവർ ഇന്ന് രണ്ടും പറയുന്നല്ലോ. അപ്പൊ നേരത്തെ ഷെയ്ത്താന്റെ അക്കലിനുണ്ടാകുന്നതാണ് ഈ സ്വപ്നകാലം ഉണ്ടാകുന്ന പറയുമ്പോ മുഹീദ്ദീൻ ഷെയ്ഖ് എനിക്ക് 40 വട്ടം സ്വപ്നസ്കാരം ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ജിന്നൂരുകളാരും കേൾക്കുന്നുണ്ടെങ്കിൽ മറ്റേ കാക്കുട്ടിസ്ഥാന ക്ലാസ്സിൽ പറഞ്ഞ വിഷയമായിരിക്കും. ഇപ്പോഴുള്ള ചോദ്യത്തിന്റെ സംശയം കൊണ്ട് ചോദിച്ചതാണ്. എന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ ചിലപ്പോൾ ഇബ്തിലാ ചെയ്യും, അഥവാ പരീക്ഷിക്കും. അവരുടെ ക്ഷമയും സമർപ്പണവും തഖ്വയും ഇഖ്ലാസും പരീക്ഷിക്കും ചില സമയത്ത്. അങ്ങനെ ഒരു പരീക്ഷണമായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് ഒരു പ്രത്യേക ഘട്ടത്തിലുണ്ടായത്. അത് ആരവറുകൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈവാന് കിസ്റയിൽ സിയാഹത്തിന്റെ സമയത്ത്, അതായത് ഇങ്ങനെ സഞ്ചാരിയായി ഇബാദത്തിലും സിയാറത്തിലുമായി നടക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു മഹാനവറുകൾക്ക്. ആ സമയത്ത് ഈവാന് കിസ്റയിൽ ഒരു രാത്രി എത്തിപ്പെട്ടു. കൊടും തണുപ്പ് കൊണ്ട് മരം കോച്ചുന്ന തണുപ്പാണ്. അങ്ങനെ കുറെ സമയം ഇബാദത്ത് ചെയ്തതിന് ശേഷം ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി കിടന്നതാണ്. കിടന്ന ഉടനെ ക്ഷീണത്തോടുകൂടി ഉറങ്ങുകയും ഉറങ്ങിയ ഉടനെ സ്ഖലനം സംഭവിക്കുകയും ചെയ്തു. പെട്ടെന്ന് ഉണർന്ന് എഴുന്നേറ്റ് ജനാബത്തുണ്ടായാൽ ഉടനെ കുളിക്കൽ സുന്നത്താം. എന്നാ ഫജ്റായിട്ട് സുബഹിസ്കരിക്കാൻ വേണ്ടിയിട്ട് കുളിച്ചാലും മതി. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിന് എത്രത്തോളം പ്രാധാന്യവും ശ്രദ്ധയും ചെലുത്തുന്നുണ്ട് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു നടത്തുന്ന ഒരു ഇബ്തിലാ. ആ ഉടനെ എഴുന്നേറ്റ് മഹാനവറുകൾ കുളിച്ചു. തണുപ്പ് വകവെക്കാതെ കുളിച്ചു. കുളിച്ചു വന്ന് രണ്ടാമതും കിടന്നു. വീണ്ടും സ്ഖലനം സംഭവിച്ചു. ഉടനെ എഴുന്നേറ്റ് കുളിച്ചു. അങ്ങനെ ഒരു രാത്രി അല്ലാഹു തആല ഇബ്തിലാ എന്ന നിലക്ക് പല പ്രാവശ്യങ്ങളിലായി സ്ഖലനം സംഭവിക്കുകയും അപ്പോഴൊക്കെ സ്വന്തം ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്ത് ജനാബത്ത് സംഭവിച്ചാൽ ഉടനെ കുളിക്കുക എന്ന് പറയുന്ന ആ സുന്നത്ത് എടുക്കാൻ വേണ്ടിയിട്ട് സകലതും സമർപ്പിച്ച് ത്യാഗം ചെയ്ത് ക്ഷമിച്ച് തണുപ്പ് സഹിച്ചുകൊണ്ട് 40 പ്രാവശ്യം ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം കുളിച്ചു. അപ്പൊ അത്രയും സുന്നത്തിന്റെ കാര്യത്തിൽ ജാഗ്രത പാലിക്കുകയും ശ്രദ്ധയുണ്ടാവുകയും ചെയ്തിരുന്നു. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ കാര്യം പറയുന്നതും. അല്ലാതെ ജനാബത്തുണ്ടായി എന്നുള്ള പോരിശ പറയാനല്ല. മറിച്ച് മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തിന് എത്രമാത്രം വിലയും പ്രാധാന്യവും കൽപ്പിച്ചിരുന്നു. തന്റെ ജീവൻ പോലും അവഗണിച്ച് തന്റെ ശരീരത്തെ പോലും ത്യജിക്കാൻ തയ്യാറാവുന്ന നിലക്ക് ഒരു സുന്നത്തിനെ നിലനിർത്താൻ അവർ ചെയ്ത മഹത്തായ സേവനവും ത്യാഗവുമാണ് ആ സംഭവത്തിലൂടെ പഠിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ സ്ഖലനവും പൈശാചികം അല്ല, പല കാരണങ്ങളെ കൊണ്ടും ഉണ്ടാവാം എന്ന് നേരത്തെ തന്നെ പറഞ്ഞു. സൂര്യ ഭൗതിക കേട്ടിട്ടുണ്ടാവുള്ളൂ. അതിൽപ്പെട്ട ഒരു കാരണമാണ് പൈശാചികം എന്ന് പറഞ്ഞത്. ഇവിടെ പൈശാചികമായിരുന്നില്ല. അല്ലാഹു തആല മഹാനായ ഷെയ്ഖിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, എത്ര കണ്ട് ജാഗ്രത പാലിക്കുന്നുണ്ട്, തന്റെ സൗകര്യവും താല്പര്യവും നോക്കുന്നോ അതല്ല സുന്നത്തിന് മുൻഗണന കൊടുക്കുന്നോ എന്നൊരു പരീക്ഷണമായിരുന്നു.
ആ പരീക്ഷണത്തിൽ മഹാനവർകൾ പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും 100% വിജയം നേടി. മറ്റേത് പറയുന്നത് ഇബ്ലീസ് ചതിക്കാൻ വന്നപ്പം എന്ന് പറഞ്ഞാൽ കള്ളശൈഖന്മാരെ പലരെയും വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇബ്ലീസുല്ലായിന് പല കുതന്ത്രങ്ങളും പ്രയോഗിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനൊരു സിയാഹത്തിൽ തന്നെ ശൈഖവറുകള് യാത്രാമധ്യേ ദാഹിച്ചവശനായി ഒരിറ്റു വെള്ളം കിട്ടിയെങ്കിൽ എന്ന നിലക്ക് വളരെ വിഷമിച്ച് തൊണ്ട വരണ്ടിരിക്കുന്ന സമയത്ത് കാണാം പെട്ടെന്ന് വിജനമായ ആ പ്രദേശത്ത് വെച്ച് വിഷമിച്ചു നിൽക്കുമ്പോ മുകളിൽ ഒരു വെള്ള കാർമേഘം അടുത്തിങ്ങനെ വരുന്നു. ഏതാണ്ട് സമീപത്തെത്തിയപ്പോ ഒരു പ്രകാശിക്കുന്ന ഒരു വ്യക്തി ഒരു സ്വർണത്തിന്റെ പല്ലക്കിലിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു സ്വർണത്തിന്റെ ബക്കറ്റിൽ സ്വർണ്ണ ചങ്ങലകളെ കൊണ്ട് ബന്ധിച്ച ആ ബക്കറ്റ് ഇങ്ങനെ താഴ്ത്തി കൊടുത്തിട്ട് അദ്ദേഹം പറയുന്നു, ഇശ്റബി അബ്ദുൽ ഖാദിർ ഫഇന്നി അബഅതു ലക കുല്ലമാ ഹറംതു ലിഗൈരിക. ഓ അബ്ദുൽ ഖാദിർ, നിങ്ങൾ ദാഹിച്ചവശനായിരിക്കുകയാണല്ലോ, കുടിച്ചോളൂ ഇത്. എന്നാൽ സ്വർണത്തിന്റെ പാത്രത്തിൽ ഉപയോഗിക്കലും ഭക്ഷണവും വെള്ളവും ഒക്കെ കുടിക്കലും ഹറാമാക്കിയിട്ടുണ്ട് സാധാരണക്കാർക്കെങ്കിലും, നിങ്ങൾക്ക് ഞാനത് ഹലാലാക്കി തന്നിരിക്കുന്നു, അതുകൊണ്ട് ഈ പാത്രത്തിൽ നിന്നിട്ട് നിങ്ങൾ കുടിച്ചോളൂ എന്നിങ്ങനെ വിളിച്ചു പറയുന്നു. സാധാരണ കള്ള ശൈഖന്മാരൊക്കെ ആണെങ്കിൽ അപ്പൊ ഞാൻ ഇതിന്റെ കറാമത്തായിട്ട് അള്ളാഹു തആല നേരത്തെ ഇറക്കിത്തരികയാണെന്ന് മനസ്സിലാക്കി കുടിക്കും. പരീക്ഷണാർത്ഥം തന്റെ ജീവൻ അപകടപ്പെടാൻ സാധ്യതയുള്ള ദാഹം കൊണ്ട് തൊണ്ട വരണ്ട് നിൽക്കുന്ന സമയത്തും പിശാചിന്റെ ഈ കുതന്ത്രത്തിൽ പെടാതെ മഹാനവർകൾ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒരാവർത്തി കൽബിലൂടെ അങ്ങനെ ഓടിച്ചു നോക്കി. എന്തിനാ? ആദം നബി അലൈഹി സ്വലാം തൊട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കൾക്കോ അവരുടെ ആരുടെയെങ്കിലും കാലത്ത് കഴിഞ്ഞുപോയ ഔലിയാക്കന്മാർക്കോ ഇങ്ങനെ ഹറാമായതിനെ ഹലാലാക്കി കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടോ? അതല്ല സാധാരണക്കാർക്ക് അനുവദനീയമായ കാര്യങ്ങൾ കൂടി മഹാന്മാർക്ക് നിഷിദ്ധമാകലാണോ? അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാവുകയും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചവിട്ട് കൊടുത്തപ്പം ആകെ കെട്ടിമറിഞ്ഞ് വീണ് ആ പ്രകാശം പോയിട്ട് ഒരു കറുത്ത പുകയായി മാറുകയും അതിൽ നിന്നിട്ട് ഇബ്ലീസ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നു, അബ്ദുൽ ഖാദിർ, ഈ ഫിത്ന കൊണ്ട് ഞാൻ ഒരുപാട് ഔലിയാക്കന്മാരെ വഴിതെറ്റിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ദീനുള്ള ഇൽമു കൊണ്ട് രക്ഷപ്പെട്ടു. ഇങ്ങനെയാണ് കള്ളശൈഖന്മാർക്ക് കള്ളത്തരത്തിലൂടെ കറാമത്താണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ചിലതൊക്കെ കാണിച്ചു കൊടുത്ത് അവരെ ഈമാൻ തെറ്റിക്കലുണ്ട്. എന്നതുപോലെ ഷെയ്ഖിനെ ഈമാൻ തെറ്റിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോ മഹാനവറുകളുടെ ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട് ആ ഫിത്നയിൽ പെടാതെ രക്ഷപ്പെട്ടു. അത് രണ്ടും രണ്ട് സംഭവം. അസ്സലാമു അലൈക്കും. ഉസ്താദേ, ഒരു മയ്യത്തിന് വേണ്ടി ഖബർ എടുക്കുന്ന സമയത്ത് ഖബർ എടുക്കാൻ പകുതി എടുത്തതിന് ശേഷം പിന്നെ എടുക്കാൻ ബുദ്ധിമുട്ടായി, എന്നാൽ അവിടെ അതേ ഖബർ എടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? അല്ല നമുക്ക് മാറ്റി വേറെ ഖബർ എടുക്കാമോ? അങ്ങനെ ഷാഫിഈ ഹനഫി മദ്ഹബിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഒരു വ്യത്യാസമുള്ളതായിട്ട് ഞാൻ അറിയുന്നില്ല. ഈ വിഷയത്തിൽ ഷാഫി മദ്ഹബും ഹനഫി മദ്ഹബും തമ്മിൽ വ്യത്യാസമുള്ളതായിട്ട് അറിയപ്പെട്ടിട്ടില്ല. ഒരു സ്ഥലത്ത് ഖബർ എടുക്കാൻ തുടങ്ങി, പക്ഷേ ആ ഖബർ പൂർത്തിയാക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള കൊത്തിയ പൊട്ടാത്ത കരിമ്പാറ പോലത്തോ അതുപോലെ അത്രയും ശക്തിയായ പാറയുള്ളത് കൊണ്ട് ഖബർ പൂർത്തിയാക്കാൻ പറ്റാത്ത സാഹചര്യമാകുമ്പോൾ സൗകര്യമുള്ള മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ഖബർ കുഴിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഉള്ളതായിട്ട് ഷാഫി മദ്ഹബിലും അറിവിലില്ല, ഹനഫി മദ്ഹബിലുമില്ല. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സൗകര്യമില്ലാത്ത സ്ഥലത്തേക്ക് സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറ്റാവുന്നതാണ്. എന്ന് മാത്രമല്ല, ഖബർ കുഴിച്ച് പൂർത്തിയായി മയ്യത്ത് മറമാടിയിട്ട് പോലും അവിടെ വെള്ളം കയറൽ തുടങ്ങിയ അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടുന്ന് മയ്യത്ത് മാറ്റി മറമാടാണ്. എന്നിട്ടല്ലേ പിന്നെ കുഴിച്ച് പൂർത്തിയാക്കാൻ കഴിയാത്ത സ്ഥലത്ത് പൗതി എത്തിയിട്ട് പൂർത്തിയാക്കാൻ കഴിയാതെ വരും മറ്റൊരു സ്ഥലത്ത് മാറ്റി ഖബർ കുഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അസ്സലാമലൈക്കും. ഉസ്താദ്, ഒരു സംശയം കൂടി. 8 റക്അത്ത് തറാവി നിസ്കരിക്കുന്ന ആള് കുനൂത്ത് ഓതുന്നുണ്ടെങ്കിൽ അയാള് പുത്തനാശയക്കാരനല്ലാന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ എന്നതാണ്. അസ്സലാമലൈക്കും. ഒരാള് 8 റക്അത്ത് നിസ്കരിച്ചു എന്നത് കൊണ്ടോ
മറ്റൊരാൾ 20 റക്അത്ത് നിസ്കരിച്ചു എന്നതുകൊണ്ടോ ആള് മുബ്തദി ആണെന്നും അല്ലെന്നും തീരുമാനിക്കാൻ കഴിയില്ല. മറിച്ച് മുബ്തദി എന്നത് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇപ്പൊ നമ്മളെവിടെ തന്നെ എപ്പോഴും ചോദ്യം ചോദിക്കാൻ വരുന്ന ഒരു മൗലവി ഉണ്ടല്ലോ, എന്താ വടക്കാങ്ങരക്കാരനറ്റ്, അയാള് നല്ല 1-ാം നമ്പർ വഹാബി അത്രേ. ജുമാക്ക് 2 ബാങ്ക് ബിദ്അത്താണ്, തെറ്റും കുറ്റവുമാണ്, നരകത്ത് പോകുന്നതാണെന്ന് വിശ്വസിക്കുന്ന വഹാബി മതത്തിൽപ്പെട്ട ആളാണ്. പക്ഷേ അയാള് ജോലി ചെയ്യുന്ന കുവൈത്തിലൊരു പള്ളിയിലെ മൊല്ലാക്കിയാണ് അയാൾ, മുക്രി. അവിടെ അയാൾ ജുമാക്ക് 2 ബാങ്ക് കൊടുക്കലുണ്ട്. അതെന്താ? അത് കഞ്ഞിന്റെ പ്രശ്നമാണ്, മനസ്സിലായേ? കുട്ടികളെ പച്ചരിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് വിശ്വാസം എന്താണ്? 2 ബാങ്ക് ജുമാക്ക് കൊടുക്കൽ തെറ്റും കുറ്റവും ബിദ്അത്തുമാകുന്നു എന്ന്. എന്നാൽ ജോലിയുടെ ഭാഗമായതുകൊണ്ട് ജുമാക്ക് 2 ബാങ്ക് അയാൾ കൊടുക്കുന്നു എന്നതുപോലെ ചില ആളുകൾ ആ നാട്ടിലെ നടപ്പ് കുനൂത്തോതലായതുകൊണ്ട് കുനൂത്തോതുന്നു. അയാൾക്കതിൽ വിശ്വാസമില്ല, പച്ചരിന്റെ വിഷയമാണ്. അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഒരാളെ 8 നിസ്കരിച്ചുകൊണ്ട് മുബ്തദിയാണെന്നും പറയാൻ പറ്റൂല, കുനൂത്ത് ഓതിയത് കൊണ്ട് മുബ്തദി അല്ലാന്നും പറയാൻ പറ്റൂല. അത് അയാളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പക്ഷേ പതിവായി 8 നിസ്കരിക്കുന്നത് ഒരു മുബ്തദിന്റെ ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് അയാൾ മുബ്തദിയാണെന്നൊന്നും പറയാൻ പറ്റൂല. ചിലപ്പോ ചില സാഹചര്യത്തിൽ 20 നിസ്കരിക്കാൻ അവിടത്തെ നിയമപ്രകാരം പറ്റൂല. അപ്പൊ അയാൾ അവിടെ തൽക്കാലം ഔദ്യോഗിക 8 നിസ്കരിക്കും, പിന്നെ ബാക്കിയുള്ള 20 അയാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കും. അങ്ങനെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ആളുകളുണ്ട്. അപ്പൊ 8 നിസ്കരിക്കുക എന്നതുകൊണ്ടിട്ടോ ഖുനൂത്ത് ഓതുക എന്നതുകൊണ്ടോ ഒരാളെ മുബ്തദി എന്നോ സുന്നി എന്നോ തീരുമാനിക്കാൻ പറ്റില്ല. അത് ബാഹ്യമായ പ്രവർത്തനത്തിന്റെ ഭാഗമല്ല, അത് മനസ്സിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. അഖീദയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സുന്നി അതുപോലെ തന്നെ മുബ്തദി എന്നീ വേർതിരിവ് പ്രവൃത്തിയിലൂടെ അല്ല, വിശ്വാസത്തിലൂടെയാവുന്നു. മനസ്സിലായില്ലേ? ജനാബത്ത് കുളി കഴിഞ്ഞതിന് ശേഷം ഒരു ഫർളായ നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് വെള്ളം ഒരു ഭാഗം എന്തോ ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോ എന്താണ് ചെയ്യേണ്ടത്? ആ നിസ്കാരം മാറ്റി നിസ്കരിക്കണോ അല്ലെങ്കിൽ കുളി ഒന്നുകൂടെ കുളിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. ജനാബത്ത് കുളി കഴിഞ്ഞു നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിസ്കരിച്ചതിന് ശേഷമായാലും അങ്ങനെ തന്നെ, ശരീരത്തിന്റെ ഏതോ അല്പഭാഗത്ത് വെള്ളം ചേർന്നിട്ടില്ല എന്നുറപ്പായാൽ നിസ്കാരത്തിലാണെങ്കിൽ നിസ്കാരം അപ്പോൾ തന്നെ മുറിച്ച്, അല്ല നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ 2ാമത് മടക്കി നിസ്കരിക്കണം. 2ാമത് മടക്കി കുളിക്കേണ്ടതില്ല. വെള്ളം നനഞ്ഞിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട ആ സ്ഥലം മാത്രം കഴുകിയാൽ മതി. മനസ്സിലായില്ലേ? ഏതോ ശരീരത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് ജനാബത്ത് കുളിച്ചപ്പോൾ വെള്ളം നനഞ്ഞില്ല എന്ന കാര്യം മനസ്സിലായ ആ സ്ഥലം മാത്രം കഴുകിയാൽ മതി. നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം കണ്ടെക്കുകയാണെങ്കിൽ ആ 2 നിസ്കാരം മടക്കി നിസ്കരിക്കണം. നിസ്കാരത്തിന്റെ ഇടയിലാണത് കണ്ടെങ്കിൽ നിസ്കാരം നിർത്തിവെച്ച് പോയി ആ ഭാഗം കൂടി കഴുകിയതിന് ശേഷം 2ാമത് തലക്കെന്ന് മടക്കി നിസ്കരിക്കണം. ശരിയല്ലേ? അല്ലാതെ 2ാമത് കുളി ആവർത്തിക്കേണ്ട ആവശ്യമില്ല. കാരണം തെർത്തീബില്ലല്ലോ ഇതിന്. ശരീരം കഴുകിയോടത്തോളം ഭാഗം ശുദ്ധിയായി, കഴുകാൻ ബാക്കിയുള്ള ഭാഗം ബാക്കിയേ ശുദ്ധി ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഭാഗം മാത്രം കഴുകുക, എന്നിട്ട് 2ാമത് മടക്കി നിസ്കരിക്കുക. അസ്സലാമു അലൈക്കും. കേൾക്കുന്നു വിചാരിക്കുന്നു. ഉസ്താദ്, സക്കാത്തിന്റെ കുറിച്ചാണ്. ഈ പഴയ മരങ്ങളുണ്ട്, സെക്കൻഡ് ഹാൻഡ് സാധനം എന്ന് പറയുന്ന ഇങ്ങനെ കുറെ വസ്തുക്കളുണ്ട്, അതിങ്ങനെ എടുത്തിട്ട് കുറച്ച് പേർക്ക് വിൽക്കലാണ്. അതുപോലെ ഈ ഗുജിരി എന്ന് പറയുന്നത് മലയാളത്തിൽ എന്ത് പറയാന്ന് പറ്റുന്നത് അറിയാല, ഏതായാലും ഗുജിരി സാധനം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ സക്കാത്ത് എങ്ങനെ കൊടുക്കേണ്ടതെന്ന് ഉസ്താദ് പറഞ്ഞാൽ. ഏത് സാധനമാണെങ്കിലും വിൽപ്പനക്ക് പറ്റുന്ന, ഹലാലായി വിൽക്കാനും വാങ്ങാനും പറ്റുന്ന സാധനമാണെങ്കിൽ ആ സാധനം കച്ചവടം ചെയ്യുന്ന ആള് കച്ചവടം തുടങ്ങിയിട്ട് കൊല്ലം തികയുന്ന അറബി കൊല്ലപ്രകാരം കൊല്ലം തികയുന്ന ദിവസം എത്ര വസ്തു സ്റ്റോക്ക് ഉണ്ട് നോക്കുക. ഈ സ്റ്റോക്കുള്ള വസ്തുവിന്
ഇപ്പൊ നമ്മൾ വാങ്ങുകയാണെങ്കിൽ എന്ത് മാർക്കറ്റ് വില വരും എന്ന് വില കൂട്ടിയിട്ട് ആ വില കണക്കാക്കി അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. അത് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളായാലും ഏതായാലും കണക്കന്നെ. അങ്ങനെയുണ്ട്. കച്ചവടങ്ങൾ പല ജാതിയാണല്ലോ. സ്വർണ്ണാഭരണം വരെയുണ്ട്. പഴയ സ്വർണം മാത്രം വിൽക്കുന്ന കച്ചവടമുണ്ട്. അതുപോലെ തന്നെ മര ഉരുപ്പടികള്, മറ്റ് വീട്ടിലെ ഉപകരണങ്ങൾ പോലത്തതൊക്കെ പുസ്തകമല് കുറച്ച് ഉപയോഗിച്ച് വിറ്റ് അറ്റകുറ്റപ്പണികൾ ചെയ്ത് രണ്ടാമത് മറിച്ച് വെക്കുന്ന വ്യാപാരം ഇവിടെയൊക്കെ കാര്യമായിട്ടുണ്ട്. അറാജിലൊക്കെ കാര്യമായിട്ട് അതാണ് കച്ചവടം. പ്രത്യേകിച്ച് ബംഗാളികളുടെ ഒരു സാമ്രാജ്യമാണത്. അപ്പൊ അത് കച്ചവടം എന്നുള്ള നിലക്ക് കച്ചവടത്തിന്റെ സക്കാത്ത് അതിനും ബാധകമാണ്. അപ്പൊ കൊല്ലം കഴിയുന്ന ദിവസം ചരക്കുകൾ എത്ര ഉണ്ട് നോക്കുക, അതിനിപ്പത്തെ മാർക്കറ്റ് വില എന്ത് കിട്ടുമെന്ന് കണക്ക് കൂട്ടിയിട്ട് അതിന്റെ 2.5% കൊടുക്കുക. വില കിട്ടിയിട്ട് വില നോക്കിയിട്ട് ആ പൈസന്റെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടത്. ഉസ്താദെ, ഞാനിപ്പോ 1 ലക്ഷം ഒരാൾക്ക് കച്ചവടത്തിന് കൊടുത്തിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാണ്. അത് കൊടുത്തിട്ടാകുമ്പോ അപ്പോൾ അവർ സക്കാത്ത് കൊടുക്കണോ, അല്ല ഞാൻ ഈ 1 ലക്ഷത്തിന് കൊടുത്താലും മതിയോ? ഈ കൊടുത്തത് നിങ്ങൾ കച്ചവടത്തിൽ ഷെയറായിട്ടാണ് കൊടുത്തതെങ്കിൽ ലക്ഷത്തിന് കൊടുക്കണ്ട, കച്ചവടത്തിന്റെ കൊടുത്താൽ മതി. അതല്ല, നിങ്ങൾ കടം കൊടുത്തതാണ്, അയാൾ അതുകൊണ്ട് കച്ചവടം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള കടത്തിൻ്റെത് എന്ന നിലക്ക് 1 ലക്ഷത്തിന്റെ സക്കാത്ത് നിങ്ങൾ കൊടുക്കണം. കച്ചവടം ചെയ്യുന്ന ആള് അയാൾ വ്യാപാരിയാണ്, അത് കൊല്ലം കഴിയുമ്പോൾ കണക്ക് കൂട്ടിയിട്ട് അതിന് അയാളും കൊടുക്കണം. അതായത് നിങ്ങൾ കച്ചവടത്തിൽ ഷെയർ അയക്കുകയാണെങ്കിൽ കച്ചവടത്തിന്റെ സക്കാത്ത് മാത്രം കൊടുത്താൽ മതി. ഈ കാശിന്റെ സക്കാത്ത് എന്നുള്ള ആൾക്ക് വേറെ സക്കാത്ത് കൊടുക്കണ്ട. എനിക്ക് 2 ചോദ്യമാണുള്ളത്. ഒന്ന്, എന്റെ ഭാര്യ ഇപ്പോ പ്രഗ്നന്റ് ആണ്. അപ്പൊ ഇപ്പൊ നോമ്പ് നോറ്റാല് തലചുറ്റലും അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പൊ ഇടക്കിടക്ക് നോമ്പ് നോക്കുന്നുള്ളൂ. അതിനെ പറ്റി എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തത്, നോമ്പ് ഒഴിവായി കഴിഞ്ഞാൽ മുത്ത് കൊടുക്കുമ്പോൾ നമ്മൾ നോമ്പ് തുറക്ക് ആൾക്കാർ വിളിക്കുമ്പോൾ ആ മുത്ത് നിയത്താക്കിയാൽ ആ മുത്ത് വീടോ ഇല്ലേ എന്നുള്ളതാണ് അറിയേണ്ടത്. അസ്സലാമു അലൈക്കും. ഗർഭിണിയായ സ്ത്രീക്ക് നോമ്പ് നോറ്റിട്ട് തലചുറ്റൽ പോലെയുള്ള ക്ഷീണവും വിഷവും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് ഉപേക്ഷിക്കൽ ജായിസാണ്. അന്ന് പ്രസവമൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് അടുത്ത കൊല്ലത്തെ റമളാനിന്റെ മുമ്പ് സൗകര്യം പോലെ നോറ്റ് വീട്ടാൻ പറ്റിയാൽ നോറ്റ് വീട്ടിയാൽ മതി, മുദ്ദ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ മുദ്ദ് കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അത് ഭക്ഷ്യധാന്യമായി തന്നെ കൊടുക്കണം. ആളുകൾക്ക് ഭക്ഷണം പാകം ചെയ്ത് നോമ്പ് തുറക്കാൻ വേണ്ടി ആളെ വിളിപ്പിച്ച് ഭക്ഷണം കൊടുത്താൽ അത് മുദ്ദായി പരിഗണിക്കപ്പെടുന്നതല്ല. വേവിച്ച് പാകപ്പെടുത്തി പാചകം ചെയ്ത ഭക്ഷണ സാധനം കൊടുത്താൽ മുദ്ദ് വീടൂല, ധാന്യമായി തന്നെ കൊടുക്കണം. മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ നിങ്ങൾ ഭാര്യന്റെ നോമ്പ് ഒഴിവാകുന്നതിന് മുദ്ദൊന്നും വേണ്ടി വരൂല. കാരണം അവർക്ക് ഗർഭം കാരണം നോമ്പ് നോൽക്കാൻ പറ്റാത്ത വിഷമുള്ള ആരോഗ്യസ്ഥിതി ആയതുകൊണ്ട് നോമ്പ് ഉപേക്ഷിക്കൽ ഹലാലാണ്. ഇനി പ്രസവമൊക്കെ കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തെ റമളാൻ ആവുമ്പോഴേക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇടവിട്ട ദിവസങ്ങളിലായോ സൗകര്യം പോലെ നോറ്റ് വീട്ടിയാൽ മാത്രം മതി, പ്രത്യേകിച്ച് വിധിയ ആവശ്യമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ഒരു ചോദ്യം കൂടി ഞാൻ പോവാ പങ്കെടുത്ത് വന്ന പിന്നെ ഇതിൽ ചോദ്യം ഇബാദത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരിയുടെ ചോദ്യമാണ്. പക്ഷെ ടൈം കിട്ടുന്നില്ല എന്നാ പറഞ്ഞത്. അതിനൊരു പരിഹാരം ഉസ്താദ് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. ഉസ്താദെ, ജോലിക്ക് പോകുന്ന ഒരു സഹോദരിക്ക് നിസ്കാരമല്ലാതെ വേറൊന്നും ചെയ്യാൻ ടൈം കിട്ടാറില്ല. ഖുർആൻ ഓതാൻ കഴിയാത്തത് കുറ്റമാകുമോ എന്നാണ് ചോദിച്ചത്. ഇൻഷാ അല്ലാഹ് മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. ഖുർആൻ ഓതാതിരിക്കുന്നത് കുറ്റമൊന്നുമല്ല. ഖുർആൻ ഓതുക എന്ന് പറയുന്നത് വളരെ പുണ്യപ്പെട്ട ഒരു സുന്നത്തായ അമലാണ്. ചെയ്യാൻ സൗകര്യപ്പെട്ടാൽ അൽഹംദുലില്ലാഹ് വളരെ ഖൈറ്. സൗകര്യമില്ലാത്തത് കൊണ്ട് ചെയ്യാതെ പോയാൽ അതിന്റെ പേരിൽ കുറ്റം ഉണ്ടാവുന്നതല്ല. എന്നാൽ ജോലിക്കിടയിൽ
സൗകര്യപ്പെടുന്നത് കാണാതെ അറിയുന്ന യാസീൻ സൂറ, അതുപോലെ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഫാത്തിഹ സൂറത്ത്, ആയത്തുൽ കുർസി, ആമന റസൂലു, ലൗ അൻസൽനാ തുടങ്ങിയ എപ്പോഴും കാണാതെ കിട്ടുന്നത് കിട്ടുമെങ്കിൽ അത് ഓതിയാലും ഖുർആൻ ഓതിയ കൂലി കിട്ടും. അതിന് മുസാഫ് എടുത്തു വെച്ചിരുന്ന് ഓതാൻ സമയം വേണമെന്നില്ല. ഇനി അത് കിട്ടാത്ത ആളുകൾ ദിക്റുകൾ, സ്വലാത്തുകൾ എന്നിവ വർദ്ധിപ്പിക്കുക. അതെപ്പോഴും ചെയ്യാം, ഏത് ജോലിയുടെ ഇടയിലും ചെയ്യാം. അതിന് വലിയ ഒച്ചവിളിയൊന്നും വേണമെന്നില്ല. ദിക്ർ ചെല്ല, ഏത് ദിക്റും കണക്കിലേറെ വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും ഹൈറ് സ്വലാത്ത് വർദ്ധിപ്പിക്കണം. സ്വലാത്ത് ഇഷ്ടമുള്ള ഏത് വാചകവും ആവാം. സ്വലാത്തിൽ എന്താ വെച്ചാൽ അതിൽ ഒരു മിക്സ്ചറാണെന്ന് പറയാം. അള്ളാഹുവിന്റെ ദിക്റും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദിക്റും അള്ളാഹുവിനോടുള്ള ദുആവും ഒന്നിച്ചു കൂടിയതാ. ഏത് സ്വലാത്തിലും ഇത് മൂന്നുണ്ടാവും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇഷ്ടമുള്ള ഏത് സ്വലാത്തും ചൊല്ലാം. ഇങ്ങനെ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ വർദ്ധിപ്പിക്കുക, അള്ളാഹ് എന്ന ദിക്ർ, ഇങ്ങനെ ഏതെങ്കിലും ദിക്റുകൾ, സ്വലാത്തുകൾ എന്നിവ. അതിന് പ്രത്യേകം ഒഴിവ് വേണമെന്നില്ല, മുസാഫ് എടുത്ത് വെച്ചോളണമെന്നില്ല, ശരീരത്തിന് ശുദ്ധി വേണമെന്നില്ല. ഇങ്ങനെ ഖുർആൻ ഓതാൻ പറ്റുന്നവരത് ചെയ്യുക. പറഞ്ഞേക്ക് ജോലി സംബന്ധമായ മറ്റും അസൗകര്യം കൊണ്ട് അതിന് സാധിക്കുന്നില്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ പറ്റുമ്പോൾ കുറേശ്ശെ എങ്ങനെ ഓതുക. മറ്റ് സ്വലാത്തുകൾ, ദിക്റുകൾ പോലെയുള്ളത് വർദ്ധിപ്പിക്കുക. അതുകൊണ്ടും ഒരുപാട് പുണ്യം നമുക്ക് ലഭിക്കും. ഇബ്ലീസിന്റെ ഷർറിൽ നിന്നിട്ട് ഒരുപാട് നമുക്ക് സലാമത്ത് കിട്ടും. ആഖിറത്തിലെത്തുമ്പോൾ വളരെ സന്തോഷിക്കാൻ ഇടവരുന്ന പ്രതിഫലത്തിന് ഇടവരും. അപ്പൊ അതുകൊണ്ട് ഖുർആൻ തന്നെ ഓതിക്കൊള്ളണമെന്നില്ല. സാധിക്കുന്നവർ ഖുർആൻ ഓതുക, അല്ലാത്തവർ സ്വലാത്ത് ചൊല്ലുക, ദിക്ർ ചൊല്ലുക തുടങ്ങിയതൊക്കെ നല്ലതാണ്. അസ്സലാമു അലൈക്കും ഉസ്താദേ. ഉസ്താദേ, ഞാൻ മുമ്പ് മൈക്കിൽ വന്നിരുന്നു. അപ്പോ ഒരുപാട് ആളുകൾ എന്റെ മുന്നിലുണ്ടായിരുന്നു. ക്ഷമ ചോദിക്കുന്നു. എന്താ വെച്ചാല് എന്റെ അടുത്തൊരു മുജാഹിദ് ആശയമുള്ള ഒരാളുണ്ടായിരുന്നു എന്റെ അടുത്ത്. അപ്പോ മൂപ്പര് ഒരു ചോദ്യം എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ എനിക്കറിയുന്ന ഉത്തരം ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞ് ഒരു ഉസ്താദുണ്ട് ലൈനിൽ, നമ്മൾ ഉസ്താദുണ്ട്, ഉസ്താദിനോട് ചോദിച്ചോളി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മൂപ്പരടുത്ത് മൈക്ക് കൊടുത്തത്. മൂപ്പരാണെങ്കിൽ മൂപ്പർക്ക് ചോദിക്കാനൊരു പേടി. അപ്പൊ എന്നോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. ഇപ്പൊ മൂപ്പര് എന്റെ റൂമിൽ നിന്ന് പോയി. അപ്പൊ നിങ്ങൾ ചോദിച്ചോളി, ഞാന് എന്നോട് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞാണ്. മൂപ്പര് എന്താ അത്യാവശ്യം ഉണ്ട്, അതോടെ ഞാൻ പോവാണെന്ന് പറഞ്ഞാണ് എന്റെ അടുത്ത് നിന്ന് പോയത്. അപ്പൊ മൂപ്പര് ചോദിച്ച ചോദ്യം ഞാൻ ചോദിക്കും ഉസ്താദെ. മൂപ്പര് പറഞ്ഞത് എന്റെ അടുത്ത് വന്നിട്ട്, എല്ലാ ഉസ്താദെ, എല്ലാ മഹാന്മാരും ഇങ്ങനെ എന്നോട് ചോദിച്ചത്, ഒരുപാട് മഹാന്മാരുണ്ട്, അവരൊക്കെ പിന്നെ അള്ളാഹ് ഇപ്പൊ ഖുർആനിൽ ഒരുപാട് പ്രവാചകന്മാരെ പേര് പറഞ്ഞിട്ട് ഓലൊക്കെ പിന്നെ എന്താണ് അള്ളഹാനോട് മാത്രമാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. അല്ലാഹുമ്മ റബ്ബന ആതിനാ എന്ന് പറഞ്ഞുകൊണ്ട് സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന ഒക്കെ അങ്ങനെ ഓരോന്ന് ഇങ്ങനെ പ്രാർത്ഥന ഒക്കെ അള്ളഹാനോടാണ്. പിന്നെ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതോ മഹാന്മാരോട് ഇങ്ങനെ നിങ്ങൾ മഹാന്മാരോട് വിളിച്ച് പ്രാർത്ഥിച്ചോളി എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഖുർആനിൽ ഒരു തെളിവുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചു. പിന്നെ ലാസ്റ്റ് ചോദിച്ചത് റസൂലുള്ളാഹിന്റെ മരണശേഷം ആരെങ്കിലും അങ്ങനെ പിന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, പിന്നെ ആരോടെങ്കിലും സഹായം ചോദിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദ്യം. അപ്പൊ അതിന് ഒരു വ്യക്തമായിട്ട് ഒരു മറുപടി പറഞ്ഞുതരാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. എനിക്കറിയണ മൈക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഓരോന്ന് തട്ടുത്തരം പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ആ ഉസ്താദ് ഒന്ന് വിശദീകരിച്ചു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ഞാൻ മൈക്കിടുന്നു ഉസ്താദ്. ഞാൻ മൈക്കൊന്ന് ചാടി, അപ്പോൾ എന്റെ മൈക്കോട്ട് ക്ലിയറും അല്ലായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഉസ്താദിന് വലിയ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. മൈക്കിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നമ്മള് അവരെ മാത്രം കണ്ടുകൊണ്ട് പറയണ്ട, നമ്മള് സത്യം മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന സത്യാന്വേഷികൾക്ക് വേണ്ടിയിട്ട് പറയാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരൊറ്റ മുസ്ലിമായ മനുഷ്യനും അല്ലാഹു അല്ലാത്ത ഒരു മഹാന്മാരോടും പ്രാർത്ഥിക്കാറില്ല എന്ന് മാത്രമല്ല, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്നവർ മാത്രമേ മുസ്ലിമാവൂ. അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അയാൾ മുസ്ലിമല്ല, കാഫിറാണ്. അപ്പൊ ആ വിഷയം തർക്കമുള്ള വിഷയമല്ല. യഥാർത്ഥത്തിൽ
ദ്വാ എന്ന് പറയുന്നത് അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്താണെന്ന് മാത്രമല്ല, സനദിന് അല്പം ബലഹീനത ഉണ്ടെങ്കിലും ഒരു ഹദീസ് ഉണ്ട്, അദ്വാഉ മുഖുൽ ഇബാദ, ഇബാദത്തിന്റെ മജ്ജയാണ് ദ്വാ. അപ്പൊ ദ്വാ പ്രാർത്ഥന എന്നത് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ടതാണ്. അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കാൻ പാടില്ല. മുസ്ലിങ്ങൾ ആരും അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നില്ലതാനും. എന്തുകൊണ്ട്? ദ്വാ എന്ന് പറഞ്ഞതിന് മഹാനായ സുലൈമാനുൽ ഖത്താബി റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു തങ്ങളൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ട അർത്ഥം ദ്വാ എന്ന് പറയുന്നത് അഥവാ പ്രാർത്ഥന എന്ന് പറയുന്നത് അടിമ ഉടമയിൽ നിന്നും സഹായം അഭ്യർത്ഥിക്കുക, ദയാദാക്ഷിണ്യം തേടുക എന്നാണ്. അപ്പൊ ഇവിടെ പ്രാർത്ഥിക്കുന്ന വ്യക്തി ഉടമയാണ് എന്നും അല്ല അടിമയാണ് എന്നും താൻ പ്രാർത്ഥിക്കുന്ന ശക്തി തന്റെ ഉടമക്കാരനും റബ്ബുമാണ് എന്ന് നിലക്ക് നടത്തുന്ന സഹായാർത്ഥനയാണ് യഥാർത്ഥത്തിൽ അദ്വാ എന്ന് പറയുന്ന അതാ. അപ്പോ അവല്ലാതെ മറ്റൊരു റബ്ബോ ഇലാഹോ ഉണ്ട്, ആ റബ്ബിനോട് ആ ഇലാഹിനോട് കാരുണ്യം, ഔദാര്യം, ദയ അപേക്ഷിക്കുന്നതിനാണ് ദ്വാ. അത് ശിർക്കാണ്. അതേസമയത്ത് തൗഹീദ് എന്താണ്? അള്ളാഹു മാത്രമേ ഇലാഹും റബ്ബുമുള്ളൂ. ഉടമക്കാരനും ഇലാഹുമായിട്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ. ആ അള്ളാഹുവിനോട് മാത്രമാണ് തേടുന്ന സഹായത്തിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവൻ കാഫിറും മുശ്രിക്കുമാവും. ഇത് എല്ലാ മുസ്ലിമീങ്ങളും വിശ്വസിക്കുന്നതാ. പിന്നെ ഖുർആനൊന്നും ഓതേണ്ട ഒരു ആവശ്യത്തിലില്ല. അത് നബി അലൈഹി സ്വലാം തൊട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ഇവിടെ തൗഹീദ് പഠിപ്പിക്കാൻ വന്നവരാ. അതുകൊണ്ട് തന്നെ അവരൊക്കെ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പഠിപ്പിക്കലാണ് അമ്പിയാക്കന്മാരുടെ ദൗത്യം. ഇത് എല്ലാവരെക്കാളും കൂടുതൽ ശക്തമായി പറയുന്നവരാണ് സുന്നികൾ. സുന്നികൾക്ക് ആ വിഷയത്തിൽ യാതൊരു തർക്കമില്ല. എന്നാൽ ഈ അർത്ഥത്തിലല്ലാതെ അള്ളാഹുവിന്റെ അടിമകളാണ്, അള്ളാഹു ആദരിച്ച മഹാന്മാരാണ്, അള്ളാഹു അവർക്ക് നൽകുന്ന കറാമത്ത്, മുഅ്ജിസത്ത് തുടങ്ങിയ കഴിവുകളിലൂടെ സഹായിക്കുമെന്ന നിലക്ക് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ തുടങ്ങിയ മഹാന്മാരോട് സഹായം അഭ്യർത്ഥിക്കുന്നതിന് ഇസ്തിഗാസ എന്നോ തവസ്സുല് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ സഹായം തേടലാണ്, പ്രാർത്ഥനയല്ല. വ്യത്യാസം എന്താ? ഈ പറയുന്ന മഹാന്മാര് കറാമത്തുള്ള ഔലിയാക്കന്മാരും മുഅ്ജിസത്തുള്ള അമ്പിയ മുർസലീങ്ങളും ആ അള്ളാഹു കൊടുക്കുന്ന മുഅ്ജിസത്താവുന്ന അല്ലെങ്കിൽ അള്ളാഹു കൊടുക്കുന്ന കറാമത്താവുന്ന കഴിവുകൊണ്ട് സഹായിക്കുന്ന അടിമകളാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദ്വാ എന്ന് പറയുന്ന ഉടമക്കാരനോട് അടിമ ചോദിക്കുക എന്ന് പറയുന്ന ഒരു വീക്ഷണം ആ സഹായാഭ്യർത്ഥനയിലില്ല. അതുകൊണ്ടത് പ്രാർത്ഥനയല്ല. അതുകൊണ്ട് തന്നെ ശിർക്കല്ല, തെറ്റല്ല, കുറ്റമല്ല. അത് ലോകത്ത് ആരും അതിനെ എതിർത്തിട്ടില്ല. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസുണ്ട്. മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ മടിയിലിരുത്തിക്കൊണ്ട് മന്ത്രിച്ചു കൊടുക്കുമായിരുന്നു. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ എന്ന് തുടങ്ങി മന്ത്രിച്ചിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, നമ്മുടെ ഉപ്പാപ്പയാവുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട മക്കളാവുന്ന ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിനും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനും ഇതേ മന്ത്രം ചെയ്തു കൊടുത്തിരുന്നു എന്ന്. ഈ കലിമാത്തുല്ലാഹി താമ്മ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച് ബഹുമാനിച്ച അർവാഹ് ആലിയത്തുൽ മുഖദ്ദസ, അത്യുന്നതങ്ങളായ വിശുദ്ധാത്മാക്കളാണ് എന്ന് ഇമാം റാസി തങ്ങൾ വിശദീകരിക്കുന്നു. അപ്പോ അത്യുന്നതരായ വിശുദ്ധാത്മാക്കളാവുന്ന മഹത്തുക്കളെ ഇടയാക്കിക്കൊണ്ട് മക്കളെ മടിയിലിരുത്തി മന്ത്രിച്ച് സഹായം തേടുക എന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പതിവായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇനിയും എത്രയോ പറയാനുണ്ട്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം, മൻ അൻസാരി ഇലല്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്നെ ആരെങ്കിലും ഒന്ന് സഹായിക്കുമോ എന്ന് സഹായം അഭ്യർത്ഥിച്ചത് കാണാം. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിലേക്കൊന്നും കടന്നു വരേണ്ട ആവശ്യമില്ല.
ചുരുക്കി പറഞ്ഞാൽ ദ്വാ അഥവാ പ്രാർത്ഥന എന്നത് അടിമ ഉടമക്കാരനോട് നടത്തുന്ന അർത്ഥനയും സഹായത്തേട്ടവും ആണ്. അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അല്ലാത്ത ആരോട് ദുആ ചെയ്താലും അത് ശിർക്കും കുഫറുമാണ്. ഇത് മുസ്ലിങ്ങളുടെ പൊതുവെ വിശ്വാസമാണ്. സുന്നികളെല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. അമ്പിയ മുസ്ലിങ്ങളെല്ലാം അങ്ങനെയാണ് മാതൃക കാണിച്ചത്. അതോടുകൂടി അള്ളാഹു കറാമത്ത് മുഅ്ജിസത്ത് എന്നിവ കൊടുക്കുന്ന അമ്പിയ ഔലിയാക്കന്മാര് കറാമത്ത് മുഅ്ജിസത്ത് മുഖേന സഹായിക്കുമെന്ന വിശ്വാസത്തോടുകൂടി അവരോട് സഹായം തേടുക എന്നത് അവരല്ലാഹുവിന്റെ അടിമകളാണെന്നും അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരവോടും കൊടുത്ത കറാമത്ത് മുഅ്ജിസത്തിലൂടെ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി സഹായിക്കുമെന്ന നിലക്ക് നടത്തുന്ന അർത്ഥന അത് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയാൻ അതിന് പാടില്ല. മറിച്ച് സഹായം അഭ്യർത്ഥിക്കുക, അപേക്ഷിക്കുക എന്നർത്ഥമാണ്. അത് തെറ്റാണ് എന്ന് ദുനിയാവിൽ ഒരു ആളും അമ്പിയാക്കളോ സ്വാലിഹീങ്ങളോ സലഫുകളോ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ മറിഞ്ഞത് തെളിഞ്ഞത് എന്നൊക്കെയുള്ള തട്ടിപ്പുകൾ അതൊക്കെ ആ ഒമാനിലെ സംവാദത്തോടു കൂടി പൊളിഞ്ഞു. ഞാൻ അതിലേക്ക് കടന്നു തരുന്നില്ല, സമയം തന്നെ വളരെ നീണ്ടുപോയി. അസ്സലാമു അലൈക്കും. ഉസ്താദേ, ഈ പൈൽസ് ഉള്ള ഒരാള് നോമ്പ് കാലത്ത് നോമ്പ് പിടിക്കുന്ന സുബൈക്കിന്റെ ശേഷം പരട്ടാൻ തന്ന ഓയിൽമെന്റ് ആ ദുബൂറില് ഇതാക്കാനാണ് ഡോക്ടർമാർ പറഞ്ഞത്. അത് നോമ്പ് പിടിച്ചും കൊണ്ട് നടത്താൻ പറ്റുമോ എന്നാണ് സംശയം. നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പുറത്താണെങ്കിൽ കുഴപ്പമില്ല. ഉള്ളിലേക്ക് കിടക്കുമ്പോൾ തടിയുള്ള വസ്തു തുറന്ന ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് കിടക്കുക എന്നുള്ള പ്രശ്നം വരുമ്പം നോമ്പ് മുറിയും. അതേസമയത്ത് പുറത്താണെങ്കിലോ അതുകൊണ്ട് കുഴപ്പമില്ല. ഉസ്താദിന്റെ സംശയം അത് നമ്മളിപ്പോ സക്കാത്ത് ഒരു 5000 റുപ്യാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അതിപ്പോ 2 വർഷത്തെ 2 ലക്ഷം റുപ്യന്റെ 2% വെച്ചിട്ട് 5000 റുപ്യ. ഈ 5000 റുപ്യ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി നമ്മള് ഒരാൾക്കാർക്ക് 500 കൊടുത്തു, ഒരാൾക്കാർക്ക് 200 കൊടുത്തു, ഒരാൾക്കാർക്ക് 300 കൊടുത്തു. അങ്ങനെ വ്യത്യാസമായിട്ട് കൊടുക്കാൻ പറ്റുമോ? 200 കുറച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നാണ് എന്റെ സംശയം. ഞാൻ മൈക്കോളുന്നു. അസ്സലാമു അലൈക്കും. ഷാഫി മദ്ഹബ് അനുസരിച്ച് ഒരാളുടെ സക്കാത്ത് നാട്ടിൽ എത്ര വിഭാഗമുണ്ട് അത്രയും വിഭാഗത്തിന് തുല്യമായി വീതിക്കണം എന്ന് പറഞ്ഞാൽ, ഉദാഹരണം, ഒരു നാട്ടില് വളരെ പാവപ്പെട്ട ഫക്കീറന്മാരും ഇടത്തരക്കാരായ മിസ്കീന്മാരും കടം കൊണ്ട് വരയുന്ന കുറച്ചാളുകളുണ്ട്. ഇങ്ങനെ 3 വിഭാഗം ഉണ്ടെന്ന് വെച്ചോളി. എന്നാൽ ഈ 10,000 രൂപ സക്കാത്ത് ഉണ്ടെന്ന് വെച്ചോളി. ഈ 10,000-നെ 3 ഭാഗിക്കണം, തുല്യമായിട്ട് ഭാഗിക്കണം. 3 ഓഹരി വെക്കുക. എന്നിട്ട് ഫക്കീറന്മാര് 3 ആളുണ്ട്. ഒരാൾക്ക് 1000 കൊടുത്തു, ഒരാൾക്ക് 500 കൊടുത്തു, ഒരാൾക്ക് 200 കൊടുത്തു. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഫക്കീറന്മാർക്കുള്ള വീതവും മിസ്കീന്മാർക്കുള്ള വീതവും തുല്യമായിരിക്കണം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ കടം കൊണ്ട് വരഞ്ഞവർക്കുള്ള വീതം തുല്യമായിരിക്കണം. ഒരാൾക്ക് കുറെ കടണ്ട്, അയാൾക്ക് ഒരു 2000 കൊടുത്തു, ഒരാൾക്ക് കുറച്ച് കടമുള്ളൂ, അതിനനുസരിച്ച് അയാൾക്ക് 250 കൊടുത്തു, അതിന് കുഴപ്പമില്ല. അപ്പൊ ചുരുക്കത്തിൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് നമ്മുടെ നാട്ടിൽ സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട 8 വിഭാഗത്തിൽ നിന്ന് 1, 2, 3, 4 വിഭാഗങ്ങൾ ഉണ്ടാവാം. ഈ ഉള്ള കൂട്ടര് എത്രയാണെങ്കിലും ഓരോ വിഭാഗത്തിനും തുല്യമായി വീതിക്കണം. എന്നിട്ട് ഓരോ വിഭാഗത്തിലെ വ്യക്തികൾക്ക് തുല്യമായി കൊടുത്തോളുന്നില്ല, ഏറ്റക്കുറവ് വരുത്താം. ഉസ്താദെ, ഈ ഹിന്ദുക്കൾ നോമ്പ് തുറക്കാൻ വേണ്ടി കുറെ പൈസ തരുന്നു, അതുകൊണ്ട് അതിൽ ഉപയോഗിച്ചിട്ട് എടുക്കാൻ പറ്റുമെന്നുള്ള മനസ്സിലായി. അത് പറ്റുമോ? എന്താണ്? ഒരു അമുസ്ലിമായ മനുഷ്യൻ അയാളുടെ ധനം പൊരുത്തപ്പെട്ട് നോമ്പ് ഉള്ള ആളുകൾക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് തന്നെങ്കിൽ വാങ്ങാം. അയാൾക്ക് അതിന്റെ ദുന്യാവിൽ എന്തെങ്കിലും കാര്യം കിട്ടും. ആഖിറത്ത് കാര്യം കിട്ടണമെങ്കിൽ അതിന്
നോൻപ് ഉറപ്പിച്ചവന് നോമ്പ് നോറ്റ കൂലിയിട്ടു എന്നൊക്കെ പറയുന്നത് മോമിനായിരിക്കണം. മുസ്ലിം അല്ലാത്ത ആളുകൾ തന്നാലും വാങ്ങുന്നതിന് തെറ്റൊന്നുമില്ല, അവര് പൊരുത്തപ്പെട്ട് തരല്ലേ. പക്ഷെ അവർക്ക് ദുന്യാവിൽ കാര്യം കിട്ടും, നാളെ ആഖിറത്ത് കാര്യം കിട്ടണമെങ്കിൽ ഈമാൻ വേണം. അസ്സലാമു അലൈക്കും. ഞാൻ മുമ്പുണ്ടായിരുന്നു, ചാടിയതല്ല. കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് എസ് അടിക്കുക കേൾക്കുന്നുണ്ടെങ്കിൽ. ഹലോ. ഉസ്താദെ, പിന്നെ ഇത്തിഖാദിയായ മരമുള്ള ഒരു ചോദ്യമാണ് ഉസ്താദെ. നമ്മള് ഒരു മരിച്ചുപോയ ഒരാളുടെ റൂഹ് അല്ലെങ്കിൽ ഹിന്ദുക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരാളുടെ റൂഹ് ഒരാളുടെ ശരീരത്തിൽ കൂടാൻ, അത് ശരീരത്തിൽ ചേരാൻ കഴിയുമോ എന്നാണ്. നമ്മൾ കിതാബുകളൊക്കെ പഠിക്കുന്നത് മുഅ്മിനീങ്ങളുടെ റൂഹ് 7 ആകാശത്തിലേക്കും കാഫിരീങ്ങളുടെ റൂഹാണെങ്കിൽ 6 ആകാശം വരെ താഴ്ത്തപ്പെടും എന്നാണല്ലോ ഉസ്താദെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നതാണ്. അസ്സലാമു അലൈക്കും. റൂഹ് മറ്റൊരാളുടെ ശരീരത്തിൽ പ്രവേശിച്ച് ആ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉപദ്രവങ്ങളോ വരുത്തുക എന്ന പ്രശ്നമേ ഇല്ല. അത് മൂമിന്റെ റൂഹും ഇല്ല, കാഫിറിന്റെ റൂഹും ഇല്ല. മൂമിനിന്റെ റൂഹ് 7-ാം ആകാശത്തിന്റെ മുകളിൽ ഇല്ലിയീൻ എന്ന സ്ഥലത്ത് രജിസ്റ്റർ ചെയ്യുമെങ്കിലും ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ റിവായത്ത് ചെയ്യുന്നത് കാണാ, ബലഗനി അന്ന അർവാഹൽ മുഅ്മിനീന മുർസല, സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളുടെ ആത്മാവുകൾ സ്വതന്ത്രരാണ്. അവർക്ക് ഉദ്ദേശിച്ചിടത്തൊക്കെ പോകാനും വരാനും പറ്റും. മലായിക്കത്തിനെ പോലെ അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് മറ്റൊരു ശരീരത്തിൽ കയറി ഒരാൾക്കൊരു ഉപദ്രവമോ കാര്യമോ ഒരിക്കലും വരുത്തി വെക്കില്ല. കാഫിറിന്റെ റൂഹിനെ പറയും വേണ്ട. അവർ 7-ാം ഭൂമിന്റെ അടിയിൽ സിജ്ജീൻ എന്ന സ്ഥലത്താണ്. ഈ സിജ്ജീൻ എന്ന സ്ഥലം നരകവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവിടുന്ന് ഒരു സ്ഥലത്തേക്കും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അവർ മഹബൂസിങ്ങളാണ്. അപ്പൊ പിന്നെ ഒരു ഇഷ്കാർ അതല്ല. ചില ആളുകൾക്കൊക്കെ റൂഹാനി കൂടുക എന്ന് പറയലുണ്ടല്ലോ. റൂഹാനി കൂടിയിട്ട് പഴയ സുഖേടും വരുന്നു. അത് പഠിച്ചോളി. റൂഹാനി എന്നത് ജിന്നുകളിൽപ്പെട്ട അല്ലെങ്കിൽ ശൈത്താന്മാരിൽപ്പെട്ട ഒരു വിഭാഗത്തിന്റെ പേരാണ്. അതിന് കരീൻ എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഒരു കുട്ടി ജനിക്കുമ്പോ ഒരു മലക്ക് ആ കുട്ടിയുടെ കൂടെ ഉണ്ടാവും, ഒരു ശൈത്താന് ഒരു കുട്ടിയും ഉണ്ടാവും. അതിനാണ് ഈ കരീൻ എന്ന് പറയുന്നത്. ഈ മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും ഈ ഒരു ശൈത്താൻ അല്ലെങ്കിൽ ഈ ഒരു ജിന്ന് കൂടെ ഉണ്ടാവും. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല എന്തോ പറഞ്ഞ് ദേഷ്യം പിടിച്ചപ്പോ ആയിഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാക്കി ശൈത്താനുക്കിയാർ, നിങ്ങളെ കൂടെയുള്ള ശൈത്താൻ വന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചുകാർ. അപ്പൊ ആയിഷ ബീവി ചോദിച്ചു, മായി ശൈത്താനു യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ എനിക്ക് എന്റെ കൂടെ ശൈത്താണ്ടാവോ ചോദിച്ചു. അപ്പൊ പറഞ്ഞ് എല്ലാരെ കൂടിയുണ്ട്. അപ്പൊ വാക്കയാ റസൂലല്ലാഹ് ചോദിച്ചു, തങ്ങളെ കൂടിയുണ്ടോ ചോദിച്ചു. പിന്നെന്താ, ഓ മായി വലാകിന്നല്ലാഹ ആനനി അലി ഫാസിലമ, എന്റെ ശൈത്താനെ എതിരിൽ അള്ളാഹു എനിക്ക് സഹായം ചെയ്തിരുന്നു. അങ്ങനെ അയാൾ മുസ്ലിമായി ആയിരുന്നു. അതുകൊണ്ട് വലായുമുറുനി ഇല്ലാ ബിഖൈർ, എന്റെ ശൈത്താനോട് ഖൈർ കൊണ്ട് ഉപദേശിക്കുള്ളൂ. ഇങ്ങനെ അപ്പോ എല്ലാവരുടെയും കൂടെയുള്ള ഈ കരീൻ എന്ന് പറയുന്ന ജിന്നിന് പറയുന്ന മറ്റൊരു പേരാണ് റൂഹാനി. ഇത് ചിലപ്പോൾ ഈ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പ്രത്യേക ഡ്യൂട്ടി ഒന്നുമില്ല, പിന്നെ ഇവിടെ ഫിറ്റിനും ഫസാദായിട്ട് നടക്കുകയാണ്. അങ്ങനെ ദുർമരണം സംഭവിച്ച, ഇപ്പം പറഞ്ഞ ആക്സിഡന്റ് ആയിട്ട് മരിക്കുകയോ അല്ലെങ്കിൽ തൂങ്ങിച്ചാകുകയോ വിഷം കുടിച്ചിട്ട് മരിക്കുകയോ ഒക്കെ ചെയ്ത, അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുപിടിച്ച് നോക്കി കൊല്ലുകയോ, ഇങ്ങനെയൊക്കെ ദുർമരണം സംഭവിച്ച ആളുകളുമായി ബന്ധപ്പെട്ട ഈ ശൈത്താൻ, ഈ ജിന്ന്, അത് ചിലപ്പോൾ ചില ശരീരങ്ങളിൽ പ്രവേശിക്കുകയും ആ ശരീരത്തിന് ചില രോഗങ്ങൾ ഉണ്ടാക്കുകയും പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും. അപ്പോ ഈ മരണപ്പെട്ട ആ വ്യക്തിയുടെ അതേ ശബ്ദത്തിൽ ആയിരിക്കും. തന്നെയല്ല അയാൾക്ക് അറിയുന്ന എന്ത് കാര്യം ചോദിച്ചാലും ഇയാൾക്ക് പറയാനും കഴിയും. അപ്പൊ നമുക്ക് തോന്നും അയാളെ റൂഹാണ്. യഥാർത്ഥത്തിൽ ഇത് റൂഹല്ല, മറിച്ച് റൂഹാനി എന്ന് പറയുന്ന ശൈത്താനാവുന്നു. ഹലോ, എടുക്കാത്തോടടുത്ത് എന്റെ സംശയം,
ഈ യജൂജ് മൗജൂജ് എന്ന ഈ ആളുകളുണ്ടല്ലോ, അവര് നമ്മളെ വിശ്വാസികളുണ്ടോ? അതായത് ഉമ്മത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികളുണ്ടോ എന്നാണ് സംശയം. ഇവര് ജീവിക്കുന്ന മറ്റൊരു ലോകത്താണല്ലോ, അവർ മനുഷ്യന്മാരെ പോലെ നിസ്കാരവും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നാണ് സംശയം. ഞാൻ മൈക്കോടുന്നു. അസ്സലാമു അലൈക്കും. യജൂജ് മൗജൂജ് മനുഷ്യൻ തന്നെ ആദം നബി അലൈഹി സ്വലാമിന്റെ മക്കൾ പരമ്പരയിൽപ്പെട്ടവർ തന്നെയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാവിൽ അവരെ സമീപിക്കുകയും ഇസ്ലാമിന്റെ സന്ദേശം അവരിൽ പ്രചരിപ്പിക്കുകയും അവരെ ദീനിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ട് അവർ സ്വീകരിച്ചിട്ടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പോ മുഴുവൻ കാഫിറാണ് എന്നതാണ് ഭൂരിപക്ഷ അഭിപ്രായമെങ്കിലും അവരിലും ഒറ്റപ്പെട്ട ചില മോമിനിയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഖിയാമത്തുമായി നാളുമായി ബന്ധപ്പെട്ട് പറയുന്ന ഈ മറ്റേ ദുൽഖർനൈനിന്റെ കെട്ട് തുരക്കാൻ വേണ്ടി ശ്രമിക്കുന്ന തൊഴിലാളികളുടെ മുദീറാവുന്ന മാനേജർ എന്നും ഇന്ന് അവിടെ നിൽക്കട്ടെ ബാക്കി നാളെ എന്ന് പറഞ്ഞു പോകുന്ന സമയത്ത് അവസാനം ഒരാള് ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ നമുക്ക് പൂർത്തിയാക്കാം എന്ന് പറയും എന്ന് ഹദീസിലുണ്ട്. ഇത് വെച്ചിട്ട് അവരുടെ കൂട്ടത്തിലും ഒറ്റപ്പെട്ട വിശ്വാസികൾ ഉണ്ടാവാം എന്നൊരു സാധ്യത ചില ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മിഅ്റാജിന്റെ അന്ന് അവരെ തൗഹീദിന്റെ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചിട്ട് അവർ അത് സ്വീകരിച്ചിട്ടില്ല എന്നാണ്. തന്നെയല്ല നാളെ പരലോകത്ത് 1000 ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ സ്വർഗത്തേക്ക് പോകുമ്പോൾ 999 ആളുകൾ നരകത്തിലാവും എന്ന് പറഞ്ഞപ്പോ സ്വഹാബാക്കളൊക്കെ വല്ലാതെ വേജാറായി വിഷമിച്ചപ്പം പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, മനുഷ്യരിൽപ്പെട്ടവരാണ് യജൂജ് മൗജൂജ്, അവരൊക്കെ കാഫറുകളാണ്. അപ്പൊ അവര് ആകെ മനുഷ്യന് 999 എന്ന അനുപാതം അത്രയും എണ്ണം അവരുണ്ട് എന്ന് പറഞ്ഞു. ആ അടിസ്ഥാനത്തിലൊക്കെ അവരുടെ കൂട്ടത്തിൽ മോമിനികൾ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അസ്സലാമലൈക്കും. കേൾക്കുന്നുണ്ടോ? ഉസ്താദ്, ഈ റുഹാനി എന്ന് പറഞ്ഞാൽ അത് ഒരു ബാധ കൂടുന്ന സൈസ് വല്ല സംഭവമാണോ? പിന്നെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഈ ചിലര് പറയുന്നതൊക്കെ നമുക്ക് ജിന്നിനൊക്കെ കാണാൻ ഒക്കെ പറ്റുമെന്ന്, അതിൽ വല്ല കാര്യമുണ്ടോ? അസ്സലാമലൈക്കും. അതെ, ശംസുദ്ദീൻ പാലത്തിനോടോ അതല്ലെങ്കിൽ ഡോക്ടർ സുബൈറിനോടോ ചുരുങ്ങിയത് നമ്മളെ കൂക്കണ ഡോക്ടറോടോ ഒക്കെ ചോദിച്ചാൽ കുറച്ചുകൂടി നന്നായി പറഞ്ഞുതരും. നമ്മളെ ഫന്നല്ലല്ലോ അത് ഓല ജിന്നൂരികളുടെ ഒപ്പാണ്. ഓലാണ് അവർക്ക് കാര്യമായിട്ട് പറയേണ്ടത്. നമ്മക്കിപ്പോ ചുരുക്കി പറയാം, റുഹാനി എന്ന് പറയുന്നത് മനുഷ്യന്റെ കൂടെ ജനിക്കുന്ന സമയം മുതൽ മരിക്കുന്നത് വരെ കൂടെ ഉണ്ടാകുന്ന ഒരു ജിന്നാണ്. അത് ശൈത്താന്റെ വർഗത്തിൽപ്പെട്ടവരാണ്. അവര് ശൈത്താൻ പൊതുവെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന കൂട്ടത്തിൽ ശാരീരികമായും ചില രോഗങ്ങളും മറ്റുമൊക്കെ വരുത്തി വെക്കും. അവർ മുഖേന അങ്ങനെ രോഗങ്ങളൊക്കെ വരാം. അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള അതിന്റെ വിശദീകരണങ്ങളൊക്കെ ചോദിക്കാൻ നല്ലത് മനുഷ്യന്റെ രൂപം മുതൽക്ക് പല രൂപത്തിലും രൂപപ്പെടാൻ ജിന്നിന് സാധിക്കും. അങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ രൂപപ്പെടുമ്പോൾ അവരെ കാണാൻ പറ്റും. അവരുടെ യഥാർത്ഥ രൂപത്തിൽ അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരായതുകൊണ്ട് കാണാൻ കഴിയില്ല. ജിന്ന് വ്യത്യസ്ത രൂപത്തിൽ മാറുന്നതുകൊണ്ട് മറ്റു രൂപങ്ങളിൽ മാറുമ്പോൾ കാണാൻ പറ്റിയെന്ന് വരും. അവരുടെ ഒറിജിനൽ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. നേരത്തെ ചോദിച്ചതാണ്. ഞാന് പിന്നെ കുറച്ച് പൈസ നമ്മളെ കയ്യിലുണ്ട്. അത് ഒരാൾക്ക് കൊടുത്തേക്ക് 2-3 പേരേക്കാണ് ആ പൈസ ഉള്ളത്. പക്ഷെ നമുക്ക് പിന്നെ എനിക്ക് ആ ചൊവ്വാല് കഴിഞ്ഞാൽ ആ പൈസയിൽ കൂടെ അത്തരം കൂടെ നിൽക്കാൻ വിൽക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആ പൈസ ആവശ്യമുണ്ട്. നമ്മള് പിന്നെ ചൊവ്വ ഈ സമയത്ത് അതിന്റെ വെക്കാത്തിക്കണോ വേണ്ടതെന്ന് അറിയുന്നുണ്ട്. കടം കൊടുത്ത പൈസയാണെങ്കിൽ കൊല്ലം കഴിഞ്ഞാണെങ്കിൽ സക്കാത്ത് കൊടുക്കണം. നിങ്ങൾ ഒരാൾക്ക് കൈവശം കടമായിട്ട് കൊടുത്തതാണെങ്കിൽ അത് ഒരു കൊല്ലം കഴിഞ്ഞാണെങ്കിൽ അതിന്റെ സക്കാത്ത് കൊടുക്കണം. അത് ഇപ്പോ തന്നെ കൊല്ലം തികയുന്ന സമയത്താണ് കൊടുക്കേണ്ടത്. ഇനി അത് കിട്ടുന്ന സമയത്ത് കൊടുത്താലും മതിയാവും. പക്ഷേ ഫർളാഹല് കൊല്ലം തികയുന്ന സമയത്താവും. ഫിഖിന്റെ പ്രധാനപ്പെട്ട സംശയങ്ങളൊക്കെ തീർന്നതാ തോന്നുന്നത്. സമയം
ലാസ്റ്റ് എത്തിയും ചെയ്തു. അത്യാവശ്യമുള്ളവരുണ്ടെങ്കിൽ എടുത്തോളി, അല്ലെങ്കിൽ നിർത്തും. ഒരു ചോദ്യം, ഈ തിലാവത്തിന്റെ സുജൂദിന്റെ പൂർണ്ണ രൂപം എന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു PM വന്നിട്ടുണ്ട്, സഹോദരിയുടേതാണ്. ഇൻഷാ അല്ലാഹ് മൈക്ക് വിട്ടു. തിലാവത്തിന്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ പ്രത്യേകം അടയാളപ്പെടുത്തിയ സ്ഥലങ്ങൾ ഉണ്ടാവും. ആ ആയത്ത് പൂർണ്ണമായി ഓതി കഴിയുമ്പോൾ നിസ്കാരത്തിന്റെ ഷർത്തുകളൊക്കെ പാലിക്കണം. വുദു ഉണ്ടായിരിക്കണം, നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം, നിസ്കാരത്തിൽ എന്നതുപോലെ ഔറത്ത് മറച്ചിരിക്കണം, ഖിബ്ലക്ക് മുന്നിടണം. എന്നിട്ട് നിസ്കാരത്തിലല്ല നമ്മൾ ഖുർആൻ സ്വന്തം ഓതുകയാണെങ്കിൽ ആ ആയത്ത് ഓതി കഴിയുമ്പോ തിലാവത്തിന് സുജൂദ് ചെയ്യുന്നു എന്ന നിയ്യത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലണം. എന്നിട്ട് പിന്നെ സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് സുന്നത്തായ തക്ബീർ ചൊല്ലുകയും വേണം. സുജൂദിൽ ഇഷ്ടമുള്ള ദിക്റുകൾ ചെല്ലാം. സാധിക്കുമെങ്കിൽ അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമന്തു വലക അസ്ലംതു സജദ വജ്ഹി ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു ബസറഹു ബിഔലി വഖുവതി വതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നത് ആവാം. ഇനി അത് കിട്ടാത്ത ആള് സാധാരണ സുജൂദ് ചൊല്ലുന്ന സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് ചൊല്ലിയാലും മതി. എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി ഉളൂൽ അത്തഹിയ്യാത്തിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുക. എന്നിട്ട് സലാം വീട്ട്. ഇതില് നിയ്യത്ത് ചെയ്യലും തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലലും നിർബന്ധം. സുജൂദിലേക്ക് പോകും അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് സുന്നത്ത്. സുജൂദിൽ ദിക്ർ ചെല്ലല് സുന്നത്ത്. രണ്ടാമത് സുജൂദിൽ നിന്നിട്ട് വരുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് ചെല്ലല് സുന്നത്ത്. ഉളൂൽ അത്തഹിയ്യാത്തിന് ഇരുത്താവുന്ന തവർറുക്കിന് ഇരുത്തം ഇരിക്കൽ സുന്നത്ത്. സലാം വീട്ടൽ ഉജൂബ്. ഇങ്ങനെ. അതേസമയത്ത് നിസ്കാരത്തിലാണെങ്കിൽ ആ ആയത്ത് ഓതി കഴിയുമ്പോൾ അല്ലാഹു അക്ബർ എന്ന തക്ബീറോടുകൂടി നേരെ സുജൂദിൽ പോവുക. സുജൂദിലെ ദിക്റും കഴിഞ്ഞിട്ട് നേരെ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി നൃത്തത്തിലേക്ക് വരിക. അവിടെ നിയ്യത്ത് വേണ്ട, തക്ബീറത്തുൽ ഇഹ്റാം വേണ്ട, സലാം വീട്ടാടൊന്നും വേണ്ട. നിസ്കാരത്തിലല്ല നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ നിയ്യത്ത് ചെയ്യണം, തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലണം. എന്നിട്ട് സുജൂദിക്ക് പോകുമ്പോൾ സുന്നത്തായ അല്ലാഹു അക്ബർ ചൊല്ലിയിട്ട് സുജൂദ് പോവുക. സുജൂദിൽ സാധാരണ ദിക്ർ ചെല്ലുക, എന്നിട്ട് സുജൂദിന് ഉയരുമ്പോഴും അല്ലാഹു അക്ബർ ചെല്ലുക. എന്നിട്ട് ഉളൂൽ അത്തഹിയ്യാത്തിൽ ഇരുത്തിരിക്കുക, സലാം വീട്ടുക. അതിൽ നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, സുജൂദ് ചെയ്യല്, സലാം വീട്ടൽ എന്നിവ ഉജൂബാവും. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംശയം, നിസ്കാരത്തിന്റെ ഇടയിൽ സുജൂദിലൊക്കെ ഇരിക്കുമ്പോൾ ചില ആളുകൾ, അത് അത്യാവശ്യം ചില ആളുകൾ എന്ത് ചെയ്യും, പെട്ടെന്ന് കാല് നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ ഇരുത്തം ശരിയായിട്ടില്ലെങ്കിൽ മുന്നോട്ട് കുനിഞ്ഞ് വീണ്ടും റെഡിയാക്കി ഇരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നിസ്കാരം വാത്തിലാകുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ കതിറുണ്ടോ? അല്ല അങ്ങനെ തന്നെ ചെയ്താൽ ഇരുന്ന് നിസ്കരിക്കുന്നവരുടെ റുക്കുവാണ് എന്നുകൊണ്ട് അതിന് എത്ര പേരെ കുനിയാം, അങ്ങനെ കുനിയാൻ പറ്റുമോ ഇല്ലയോ എന്ന് ശരിവെച്ച ഉപകാരമായിരുന്നു. ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സുജൂദ് അത്തഹിയ്യാത്തിന്റെ ഇരുത്തം, തവർറുക്കിന്റെ ഇരുത്തം ഇരിക്കേണ്ടടുത്ത് ഇഫ്തിറാഷായത് മാറ്റിയിരിക്കുകയോ, ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കേണ്ടടുത്ത് തവർറുക്കായത് മാറ്റിയിരിക്കുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുനിയാൻ പാടില്ല. അതായത് ഇരുത്തത്തിൽ നിന്ന് നെറ്റിത്തടം കാൽമുട്ടിന്റെ മുൻവശത്തിന് നേരിടുന്ന നിലക്ക് കുനിഞ്ഞാൽ ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ സുജൂദിന്റെ റുക്കുവിന്റെ ഖദറായി, ചുരുങ്ങിയ റുക്കുവിന്റെ ഖദറായി. അപ്പോ മനഃപൂർവ്വം അത് ചെയ്താൽ നിസ്കാരം ബാത്തിലാവുന്ന കാര്യമാണ്. ഓർമ്മയില്ലാതെ മനഃപൂർവ്വമല്ലാതെ സംഭവിച്ചാൽ സെഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ട കാര്യവുമാണ്. അപ്പൊ അങ്ങനെ മുന്നോട്ട് കുനിഞ്ഞുകൊണ്ടല്ല ഇഫ്തിറാഷ് മാറ്റി തവർറുക്കാക്കുക, അല്ലെങ്കിൽ തവർറുക്ക് മാറ്റി ഇഫ്തിറാഷ് ആക്കുക. അതിനുള്ള മാർഗം തന്റെ ഇടത് കൈ താഴെ ഊന്നി അതിന്മേൽ ഊന്നു കൊടുത്തുകൊണ്ട് പതുക്കെ ഈ ഇരുത്തത്തിന്റെ പൊസിഷൻ മാറ്റുകയാണ് വേണ്ടത്. അതിന് നെറ്റി കാൽമുട്ടിനോട് മുന്നിടുന്ന നിലക്ക് ഇരുന്ന് സ്കരിക്കുന്നവന്റെ ചുരുങ്ങിയ റുക്കുവിന്റെ രീതിയിലേക്ക് പോകാൻ പാടില്ല. അതിന്റെ ആവശ്യമില്ല. ഇടത്തെ കൈ നിലത്തൊന്ന് ഊന്നു കൊടുത്താൽ ആ ഊന്നുമൽ താങ്ങിയിട്ട് ഈ ഇഫ്തിറാഷിന്റെ ഇരുത്താണെങ്കിൽ ഒന്ന് ചന്തി നല്ല താത്തിക്ക് താഴെ വെക്കുക. അല്ലെങ്കിൽ തവർറുക്കിന്റെ ഇരുത്തത്തിൽ മറിച്ച് ആണെങ്കിൽ നല്ല പൊങ്ങി ഇരുന്നാ മതി. നെറ്റി
കാൽമുട്ടിന്റെ മുന്നിലേക്ക് വരുമ്പോൾ അത്രയും കുനിയൽ വന്നു കഴിഞ്ഞാൽ മനഃപൂർവ്വമാണെങ്കിൽ നിസ്കാരം ബാത്തിലാവും. കാരണം ഒരു ഫർള് ആവുന്ന ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ ചുരുങ്ങിയ റുക്കൂ വന്നു. മനഃപൂർവ്വമല്ലെങ്കിൽ സഹ്വിന്റെ സുജൂദ് സുന്നത്താവുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഏതായാലും അത് ഒഴിവാക്കേണ്ടതാണ്. സമയം അങ്ങ് തിരിഞ്ഞു മതിയാക്കാം. തുഖമലുസ്താൻ എന്തെങ്കിലും ദുആ പറയാണ്ടെങ്കിൽ വേഗം പറഞ്ഞോളിഞ്ഞ് സമയമില്ല. ചെറുതായിട്ടൊന്ന് ദുആ ചെയ്തിട്ട് പെട്ടെന്ന് നിർത്തുകയാണ്. സമയം വാങ്ങി കൊടുക്കാനായി.